പറ്റുകയും അതിൽ നിന്നുള്ള ആ ആശയത്തിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ഇന്ന് ലോകമെമ്പാടും പടർന്നു കിടക്കുമ്പോ ഈ സന്ദേശം വഹിക്കുക, മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക, അത് നിങ്ങളുടെ രോഗവിമോചനത്തിന്റെ ആണിക്കല്ലാണ് എന്ന് തുടങ്ങിയ സന്ദേശങ്ങൾ ഞാൻ എയിൽ വന്ന കാലത്ത് നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്. അത്തരത്തിലൊരു സന്ദേശം തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ കുടിയൊക്കെ നിർത്തി എയിൽ വന്ന ഒരാള് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് വേറെ പല ഉദ്ദേശങ്ങളുമായി ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുടി നിർത്തിയ ഒരാളാണ്. അന്നത്തെ മനോഭാവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുടി നിർത്തിയ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ എയുടെ സഹായം എനിക്ക് വേണ്ട. ഞാൻ എനെ സഹായിക്കും. ഇതാണ് എന്റെ മനോഭാവം. അപ്പൊ ആൾക്കാർ എന്നെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ സഹായം സ്വീകരിക്കുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കുടി നിർത്തിയിരിക്കുന്ന ആളല്ലേ. എനിക്ക് പിന്നെ സഹായം ആവശ്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് എങ്ങനെ സഹായകരമാകാം എന്നതാണ് എന്റെ പ്രവൃത്തി എന്നാണ് ഞാൻ ഉള്ളിൽ കരുതിയിട്ടുള്ളത്. പല ആൾക്കാരും എന്നോട് പലതും പറയാൻ ശ്രമിക്കുന്നു, ഞാൻ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തുടക്കത്തിൽ. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒട്ടും കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിൽ എന്നെ അടിച്ചിരുത്താൻ ശ്രമിച്ചാൽ തിരിച്ച് ഒരടിയാണ് അവർ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 അടി തിരിച്ചടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ എങ്ങനെ പോകും. അപ്പൊ ഒരു പറ്റം നമ്മൾ പറയുന്നുണ്ട്, ഒരു പറ്റം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു സൗഹൃദ വലയവും ആ കൂട്ടായ്മയും ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടായ്മ, ആ സൗഹൃദമൊക്കെ എനിക്ക് ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ യാത്ര പല ഭാഗത്തും പോകും. അതിൽ തന്നെ ഈ എന്തായാലും 12-ാം പടി കോള് എന്ന് പറഞ്ഞുകൊണ്ട് പഴമക്കാരുടെ ഒപ്പം പോവാനൊക്കെ ആദ്യം ഭാഗ്യം കിട്ടി. അപ്പൊ 12-ാം പടി പോകുന്നതിന് മുന്നേ പഴമക്കാരൻ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇടയിലൊക്കെ ഞാൻ ഇടയിൽ കയറിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അത്ര മോശക്കാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞു ഇടയിൽ കയറി സംസാരിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഇടയിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് തെറ്റാന്നുള്ള ബോധ്യത്തിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു സോറിയൊക്കെ പറഞ്ഞു. അതേ ചെറിയൊരു അബദ്ധം പറ്റി. അത് കുഴപ്പമില്ല, അയാൾ പറഞ്ഞു. അപ്പൊ മീറ്റിംഗിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്ന് ഷെയർ ചെയ്യണം. മീറ്റിംഗിൽ ഷെയർ ചെയ്തോ, ഇന്ന് 12-ാം പടിയൊക്കെ പോയതല്ലേ. മീറ്റിംഗിലൊക്കെ 12-ാം പടി പോയി അയാളുടെ അനുഭവങ്ങളും അയാളുടെ വീട്ടിലെ അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അധികമൊന്നും ആയിട്ടില്ല കുടി നിർത്തിയിട്ടേ. ഞാൻ ഈ മരത്തിലും മൂത്രത്തിലും കടന്നൊക്കെ മറന്ന്, കാരണം 2-3 മാസമായപ്പോഴേക്കും ഞാൻ വലിയ പ്രമാണിയായി. അപ്പോ ഞാൻ ആ രീതിയിൽ മീറ്റിംഗിൽ ഷെയർ ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് മറ്റുള്ള ആളുകളെ സഹായിക്കുകയാണ് എന്ന രീതിയിലായിരുന്നു എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. പല സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പൊതുവെയുള്ള ഈ കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഒരു തെറ്റായ ദിശയിലേക്ക് ഈ സന്ദേശം കൊടുക്കൽ പോകുന്നുണ്ടായിരുന്നു എന്നത് ഞാൻ അറിയുന്നില്ല എന്നതായിരുന്നു വാസ്തവം. ഞാൻ മദ്യം നിർത്തി. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിർദ്ദേശങ്ങൾ പ്രസക്തമാവുന്നത്. നമ്മളോട് പറയാറുണ്ട് 12-ാം പടിയില് എന്താണ് 12-ാം പടി എന്ന് പറയുന്നത്. സന്ദേശം കൊടുക്കുക, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയുമാണത് എങ്ങനെ കൊടുക്കണം, അതിന്റെ രീതികൾ എന്താണ്. അധ്യായം 7 ഈ സന്ദേശത്തെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് 12-ാം പടിക്ക് ഒരു വാഗ്ദാനം പറയുന്നുണ്ട്. അത് മറ്റ് വാഗ്ദാനങ്ങളെ പോലെ അവസാനമല്ല പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അധ്യായം 7 തുടക്കത്തിൽ തന്നെ മറ്റമിത മദ്യപാന രോഗികളുമായിട്ടുള്ള ബന്ധത്തോളം വലുതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിൽ നിന്ന് ഏറ്റവും എളുപ്പം മാറി നിൽക്കാനായി സഹായിക്കുന്ന ഒന്നാണ്. അവിടെ ഒരു വാഗ്ദാനം എന്താ പറഞ്ഞിട്ടുള്ള 2-ാമത്തെ ഖണ്ഡിക, എന്റെ ജീവിതം ഒരു പുതിയ അർത്ഥതലം കണ്ടെത്തും എന്നാണ്. ഒരു പുതിയ അർത്ഥതലമാണ്. അപ്പൊ സന്ദേശം കൊടുക്കുമ്പോ എന്തിനാ ഞാൻ സന്ദേശം വഹിക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ അർത്ഥതലം കണ്ടെത്തും. ആ അർത്ഥതലം എന്താണ്? ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അത് നിർണ്ണയിക്കപ്പെടും. നമ്മുടെ അതിൽ പറയുന്ന ശരിയായ ഉത്കർഷേച്ഛ നമുക്ക് കടന്നു വരും. ആളുകൾ രോഗവിമുക്തരാകുന്നത് എനിക്ക് കാണാൻ പറ്റും. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരും രോഗവിമുക്തിയിലേക്ക് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും.
എന്റെ ഏകാന്തത വിട്ടകലും. എനിക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയില്ല, വല്ലാത്ത ദുഃഖാണ്, വല്ലാത്ത പ്രയാസമാണ്. അതുണ്ടാവില്ലല്ലോ. ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളിൽ ബിസി ആയിരിക്കുമ്പോ എനിക്ക് എന്നിലേക്കുള്ള ശ്രദ്ധ എങ്ങനെ ഉണ്ടാവുക? ഞാൻ എന്നെ കുറിച്ച് മാത്രം എങ്ങനെ ചിന്തിക്കുക? എന്നെ കുറിച്ചുള്ള ചിന്തയാണ് എനിക്ക് ഭയം വരുന്നത്. എന്താ ഭാവിയിലേക്ക് ചെയ്യുക, എങ്ങനെയാ പ്രശ്നങ്ങൾ പോവുക, എന്റെ മക്കളുടെ കാര്യം എന്താവും, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജോലി ഉണ്ടാവുമോ, ഇപ്പോഴുള്ള ജോലി പോവോ, അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ നിരവധി നിരവധി ഭയങ്ങൾ ഉണ്ടാകുന്ന. ഭയങ്ങൾ പോകാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് തരുന്ന 12ാമത്തെ പടിയുടെ വാഗ്ദാനമാണ് ഏകാന്തത വിട്ടകൽ എന്നാ പറഞ്ഞ എന്നോട്. എന്നിലൂടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞ് വളരുന്നത് കാണുക. ഒരു കൂട്ടായ്മ എന്നിലൂടെ ഉണ്ടാവും. ഒരു സംഘം ചങ്ങാതിമാർ ഉണ്ടായിരിക്കുക. ഇതാണ് വലിയ വാഗ്ദാനമായിട്ട് പറഞ്ഞത്. ഈ അനുഭവം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണെന്ന് പറയേണ്ടത്. എന്നിട്ട് പറയാണ്, പുതുതായിട്ട് കടന്നു വരുന്നവരുമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള നിതാന്ത സമ്പർക്കം. ആ സമ്പർക്കം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ സന്ദേശം എനിക്ക് വഹിക്കാൻ പറ്റില്ല. അതായിരുന്നു ആദ്യകാലത്ത് എനിക്ക് സംഭവിച്ചത്. പലപ്പോഴും അത് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. മറ്റുള്ള ആളുകളെ ഞാൻ പഠിപ്പിക്കാനായി തുടങ്ങുന്നു. പലപ്പോഴും ഞാൻ ഖത്തറിലൊക്കെ ഇരുന്ന സമയത്ത് രാവിലെ 7:30 മണിയാകുമ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് പറയും, കോള് കണക്ട് ചെയ്യാൻ പറയും. നിരവധി പേരെ വീഡിയോ കോളിലേക്ക് കണക്ട് ചെയ്തോ എന്ന് ചോദിക്കും. ഞാൻ ബാത്റൂമിലായിരിക്കും. ഏതെങ്കിലും പുതിയ ഇരയെ കിട്ടിയിട്ടുണ്ടാവും, അവനെ അങ്ങ് പഠിപ്പിക്കലാണ്. പഠിപ്പിക്കലാ പരിപാടി. ഞാൻ കരുതുന്നത് ഞാൻ വലിയ രീതിയിൽ എന്തോ ത്യാഗം അനുഷ്ഠിക്കുന്നു. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം ചെയ്യാണല്ലോ. ഈ ധാരണയിലായിരുന്നു എന്റെ പ്രവർത്തനം. പലപ്പോഴും നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറി അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, 12ാം പടി എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? 12ാം പടി ഭംഗിയായി നിറവേറ്റുന്നതിനേക്കാൾ മഹത്തായ സന്തോഷമില്ലെന്നും അതിനേക്കാൾ ഗഹനമായ സംതൃപ്തി വേറെ ഇല്ലെന്നും എയില് മിക്കവാറും എല്ലാ അംഗങ്ങളും പറയുമെന്ന് ബിൽഡബ്ല്യൂ എഴുതിയിട്ടുണ്ട് 12 109ാമത്തെ പേജിൽ. അവിടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കണ്ണുകൾ അത്ഭുതത്താൽ വിടരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അത്ഭുതത്താലല്ല വിടരുന്നത്, മറിച്ച് എന്താണ്? അസൂയ, പക, വിദ്വേഷം. ഇതാണ് ഞാൻ ഉണർത്തിയിരുന്നത്. 12ാം പടിയുടെ ആ സന്ദേശം വഹിക്കുന്ന രീതി തെറ്റായ രീതിയിലേക്കാകുമ്പോൾ ഞാൻ മറ്റുള്ളവർക്കും എനിക്ക് തന്നെയും അസ്വസ്ഥത ഉണ്ടാക്കുന്നവനായിട്ട് ഞാൻ മാറ്റപ്പെടും എന്നുള്ളതാണ്. അവിടെ പഠിപ്പിക്കൽ കടന്നു വരും. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നവനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജോലിയുടെ കാര്യങ്ങളിൽ കയറി അഭിപ്രായങ്ങൾ പറയുക, അവരെ ഉപദേശിക്കുക. ഇതൊന്നും എന്റെ പണിയല്ല. അല്ലെങ്കിൽ അവർ പുറത്തേണ്ട ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഒരു കാര്യങ്ങളിലും അവരുടെ മക്കളെ വളർത്തുന്ന രീതി ആയിക്കോട്ടെ, അവരുടെ ഭാര്യയോടുള്ള പെരുമാറ്റം ആയിക്കോട്ടെ, അവരുടെ മറ്റു കാര്യങ്ങളാവട്ടെ, ഇതിലൊന്നും എനിക്ക് യാതൊരു ഇടപാടുമില്ല. ഒരു കച്ചവടവും ഇല്ല. നമ്മുടെ പഴമക്കാരനായ മണിയേട്ടൻ പറയുന്ന മാതിരി ഒറ്റ കച്ചവടമേ ഉള്ളൂ ഇവിടെ. ഈ കൂടി നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കച്ചവടം. ആ അനുഭവങ്ങളെ പറയേണ്ടതുള്ളൂ. പക്ഷെ എവിടുന്നാ ഈ വഴി പടച്ചു പോകുന്നത്? അവിടെയാണ് കൃത്യമായിട്ട് ഈ സന്ദേശം കൊടുക്കേണ്ട രീതിയിൽ എല്ലാ തരത്തിലും സന്ദേശം കൊടുക്കുക. അതിനർത്ഥം ഞാൻ പടികൾ ചെയ്തിട്ടേ സന്ദേശം കൊടുക്കാൻ പാടുന്നല്ല. ബില്ല് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പുതിയ നവാഗതർ പോലും തന്നെ കളന്തനായ മദ്യപാനിയെ സഹായിക്കാൻ ശ്രമിക്കുന്നതിലൂടെ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രതിഫലങ്ങൾ കണ്ടെത്തുന്നു. ആർക്കും തന്നെ സന്ദേശം കൊടുക്കാം. ആ സന്ദേശം കൊടുക്കേണ്ട രീതിയിൽ അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് എന്നിലുണ്ടാവും. എന്നെ പോലൊരു മദ്യാസക്തൻ എന്താ പറയുക, ആദ്യം കീഴ്പ്പെടാൻ ഞാൻ തയ്യാറല്ല. ഈ പ്രോഗ്രാം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ആ മദ്യപാനിയെ സഹായിക്കുന്നതിലൂടെ സ്വപ്നത്തിൽ കാണാത്ത പ്രതിഫലങ്ങൾ എനിക്ക് കിട്ടുള്ളൂ. അത് എങ്ങനെ ആയിരിക്കണം? ഞാൻ കൊടുക്കുന്ന സന്ദേശം ആർക്കാണോ കൊടുക്കുന്നത് അയാൾ ഒരു തരത്തിലും എനിക്ക് എന്തെങ്കിലും കൂലി തരണം. അതിപ്പോ എന്നെ കുറിച്ചുള്ള പറച്ചിലുകളോ എന്നെ കുറിച്ച് നല്ലത് പറച്ചിലുകളോ ഒക്കെയാണ് കൂലി എന്ന് പറയുന്നത്, അല്ലാതെ പൈസയൊന്നുമല്ല. പലപ്പോഴും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭൗതികതയൊന്നുമല്ല. നമുക്ക് ഭൗതികതയെക്കാളൊക്കെ വലുത് പേരെടുക്കൽ തന്നെയാണ്. ഏറ്റവും വലിയ ഇൻസിസ്റ്റ് സോഷ്യൽ ഇൻസിസ്റ്റ് ആണ്, മറ്റ് ഇൻസിസ്റ്റുകളെ പോലെ. അതുകൊണ്ടാണ് റീത്ത് പോലും കിട്ടാത്ത ഫെല്ലോഷിപ്പിലെ അധികാരത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ മത്സരം ഉണ്ടാവും. പലപ്പോഴും ചോദിക്കും, എന്തിനാ മത്സരം? സോഷ്യൽ ഇൻസിസ്റ്റിന്റെ ഫലമാണ്. ആരാ വലുത്? അഹങ്കാരം, ഈഗോ, ഇതൊന്നും കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം.
പെട്ടെന്ന് എനിക്ക് ഏറ്റവും പെട്ടെന്ന് കടന്നു വരുന്ന എന്റെ ഈഗോ ആണ്. ഏറ്റവും എളുപ്പം അതെന്റെ സ്വത്വമാണ്. അതിന്റെ നേർ വിപരീതത്തിലേക്ക് പോകാനാണ് പടികൾ പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി കടന്നു വരണം. ഒരു തരത്തിലും ഒരു പ്രതീക്ഷകളുമില്ലാതെ ഞാൻ 12-ാം പടി പ്രവർത്തനം, സന്ദേശം കൊടുക്കുക എന്നത് ചെയ്യേണ്ടതുണ്ട്. 12-ാം പടി അവിടെ നിൽക്കട്ടെ, അതിൽ 3 പാർട്ടായിട്ട് 12-ാം പടി ഉണ്ട്. സന്ദേശം കൊടുക്കൽ. അപ്പോ എനിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? എന്റെ സുബോധമാണ്. അപ്പൊ എന്റെ സ്വഭാവങ്ങൾ എങ്ങനെ പോരായ്മകൾ ഉള്ളതായിരിക്കാലും ഒരു ശക്തമായ തുടക്കം കുറിക്കാൻ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ദൈവം മനസ്സിലാക്കുന്ന ശക്തി എന്താണോ അതെന്നെ പ്രാപ്തനാക്കി എന്ന് ഞാൻ തിരിച്ചറിയും. അവിടെ ഈ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത നിഗൂഢതകളുടെയും സന്തോഷങ്ങളുടെയും അനുഭവങ്ങളുടെ വക്കിലാണ് ഞാൻ എന്നത് എനിക്ക് തോന്നണം. അപ്പൊ സന്ദേശം കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ഈ പറയുന്ന സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത നിഗൂഢതകൾ, എന്റെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, എന്റെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, എനിക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേടിയിട്ട് അത്ഭുതം എന്ന് പറയുന്നത് ഭൗതിക പുരോഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമല്ല, എന്റെ മനോഭാവങ്ങൾ, സാഹചര്യങ്ങളെ ഞാൻ എങ്ങനെ നേരിടുന്നു എന്നതിലെ മാറ്റം, അതെനിക്ക് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് വേണം? ഞാന് ഇതുവരെ ചെയ്തിരുന്ന പ്രവർത്തികൾ തെറ്റാണ്, 12-ാം പടി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയാം. അവിടെ എൻ്റെ വലിയൊരു ബോധ്യമായിരുന്നു, ഞാൻ ആദ്യം എനിക്ക് മാറ്റം ഉണ്ടാവണം എന്ന് മനസ്സിലാക്കി. വളഞ്ഞ വഴികളിലൂടെ എനിക്ക് ഒരിക്കലും യഥാർത്ഥ സന്തോഷം കിട്ടില്ല, സമാധാനം ഉണ്ടാകാൻ പറ്റില്ല. മറ്റുള്ളവരെ പുച്ഛിച്ചത് കൊണ്ടോ, മറ്റുള്ള ആൾക്കാരെ പരിഹസിച്ചത് കൊണ്ടോ, അവരെ കളിയാക്കിയത് കൊണ്ടോ, ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച്, ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട്, എയുടെ പ്രാഥമിക ഉദ്ദേശത്തിന്റെ ഗ്രൂപ്പല്ല, അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാക്കും, അതിലൊന്നും കാര്യമില്ല. അത് വളഞ്ഞ വഴിയാണ്. കുറച്ചു നേരമൊക്കെ കുറച്ച് സുഖം കിട്ടി എന്നൊക്കെ തോന്നും, പക്ഷെ അത് യഥാർത്ഥ സന്തോഷവും സമാധാനം കിട്ടില്ല. വളരെ പ്രശ്നമായിരുന്നു എനിക്ക്. എന്റെ ആദ്യത്തെ കാലത്ത് എന്റെ പ്രശ്നം 500 രൂപയാണ് എന്റെ ഡെയിലി കൂലി ഉണ്ടായത്. 60 കിലോമീറ്റർ എടവണ്ണയിലേക്ക് കുലിക്കല്ലൂരിൽ നിന്ന് ദൂരമുണ്ട്. അന്ന് പോകുമ്പോ കിട്ടിയിരുന്ന രാത്രി മഞ്ചേരിയിലൊക്കെ മഴ പെയ്യുമ്പോ കയറി നിന്ന് ആ എയുടെ മീറ്റിങ്ങിന് എത്താനൊക്കെ ഓടിയിരുന്ന ഓട്ടത്തിന്റെ സുഖമൊന്നും ലക്ഷങ്ങൾ സാലറി ആയപ്പോൾ എനിക്ക് ഖത്തറിന് കിട്ടിയില്ല. ഒരു കുഴപ്പമില്ല, എന്റെ കയ്യിൽ വണ്ടിയുണ്ട്, നല്ല താമസമാണ്, ഇഷ്ടംമാതിരി ഭക്ഷണമുണ്ട്, ഒരു പ്രശ്നമില്ല. ഭാര്യയൊക്കെ എക്സ് വൈഫൊക്കെ അവര് പോയതും അതൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റി. അതൊന്നും വലിയ പ്രശ്നമായില്ല, കൂട്ടായ്മയിൽ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ ഞാനത് മറികടന്നു. പക്ഷെ എനിക്ക് സന്തോഷമില്ലായിരുന്നു. കാരണം ഈ പ്രവർത്തനങ്ങളായിരുന്നു എന്റെ സന്തോഷത്തെ കെടുത്തിയിരുന്നത് എന്നുള്ളതാണ് സത്യം. വല്ലാത്ത നിരാശ, എന്തോ ഒരു കുറവുള്ള തോന്നല്. അവിടെയാണ് ഞാൻ ഈ പരിഹാരം, എങ്ങനെയാ ഞാൻ പരിഹാരം, ഈ പരിഹാര മാർഗവും സന്ദേശം കൊടുക്കലുമായിട്ട് പിന്നീട് ബന്ധപ്പെട്ട് കിടക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ആദ്യം എന്റെ കുഴപ്പം ഞാൻ പരിഹരിക്കണം. ഇതിന്റെ പരിഹാരം എന്താ? പരിഹാരം എന്ന് പറയുന്നത് പരിപൂർണമായ കീഴടങ്ങൽ ഉണ്ടായിരിക്കണം. ആ ചിപ്പ് ഡൗൺ ആവുക എന്ന് പറയും. പരിപൂർണമായിട്ട് എന്റെ അഹന്ത അങ്ങ് ശമിക്കണം. ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് ഞാൻ അറിയണം. അപ്പോഴേ സന്ദേശം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ എനിക്ക് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പരിഹാരത്തിനും, ഏതൊരു കാര്യവും പരിഹാരം വേണമെങ്കിൽ ഒരു പരിഹാരം ഉണ്ടെന്ന് അധ്യായത്തിൽ പറഞ്ഞ ആ ഭാഗമുണ്ട്. പരിഹാര മാർഗത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടുള്ള ആത്മപരിശോധന, മറ്റുള്ളവരെ പരിശോധിക്കുന്ന അളവുകോലുകൾ വെച്ച് ഞാൻ പരിശോധിച്ചു. ഞാൻ സന്ദേശം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പങ്ങളുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പങ്ങളുണ്ട്. ആ സന്ദേശം കൊടുക്കുന്ന രീതി ശരിയായ രീതിയിലല്ല. അഭിമാനബോധം, എന്റെ നേരത്തെ പറഞ്ഞ ഈഗോ, പെട്ടെന്ന് ഈഗോ ഹേർട്ടാവുന്നു. ഞാൻ എന്തോ സംഭവമാണ്. ഈ പറച്ചിലൊക്കെ ഉപാധിയില്ലാതെ കൊടുക്കണം എന്ന പറച്ചിലുകൾ പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, പ്രാവർത്തികമാവുന്നില്ല. ഞാൻ പറയുന്നതിനെതിരെ അവൻ പറഞ്ഞാൽ ഉടനെ തെറ്റി അവനുമായിട്ട്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം കുഴപ്പമുണ്ട്. ഈ അഭിമാനബോധം സംതൃപ്തമാക്കണം. എന്റെ പോരായ്മകൾ ഞാൻ ആരെങ്കിലുമായിട്ട് ഏറ്റു പറഞ്ഞ എന്റെ പോരായ്മകൾ ഇത് പരിശോധിച്ചുകൊണ്ട് സന്ദേശം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖമാണ്. അപ്പോഴാണ് എനിക്ക് എങ്ങനെയായിരിക്കണം കൊടുക്കുന്ന സന്ദേശം. കാരണം അങ്ങനെ സന്ദേശം കൊടുത്തിട്ടാ കൂട്ടായ്മ ഉണ്ടായത്. കൂട്ടായ്മയിൽ ഇത്രയും കണ്ട ആളുകൾ നിലനിന്നത്, വളരെ പെട്ടെന്ന് ഈ കൂട്ടായ്മ വളർന്നതും അതുകൊണ്ടാണ്, ആളുകൾ നിലനിന്നതും അതുകൊണ്ടാണ്. അപ്പൊ അതിനോളം എടുക്കാൻ പറ്റിയ മാർഗമില്ല. നമ്മൾ ഇന്ന് ഡെയിലി റിഫ്ലക്ഷന് പറഞ്ഞ മാതിരി ബിഗ് ബുക്ക് മുന്നോട്ട് വെക്കുന്ന മാർഗവും അത് തന്നെയാണ്. വളരെ പ്രാക്ടിക്കലാണ്. അതിലെ ചില ഭാഗങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് നമ്മളെ ഈ ചർച്ചയിൽ ഞാൻ പറയുന്നതാണ്. കാരണം നമ്മൾ അത്ര അപ്ഡേറ്റഡ് ആണ്. ഒരിക്കലും ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന മതവിശ്വാസത്തെ പോലെ മാറ്റമില്ലാത്ത ഒന്നല്ല. അതിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റാത്ത മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ 90%
ഇന്ന് നമ്മൾ എടുക്കുന്നതും ഇനിയും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും. അപ്പൊ അവിടെ ഈ ആദ്യത്തെ ബോധ്യം, സന്ദേശം വഹിക്കാൻ ഞാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ എന്നിലൊരു മാറ്റം തുടങ്ങണം എന്നാണ് ആദ്യത്തെ ബോധ്യം. എപ്പോഴും പറയുന്ന പോലെ പഴമക്കാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ ലിറ്ററേച്ചർ പറയുന്ന പോലെ, എന്നിലില്ലാത്തത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ വേറൊരാൾക്ക് എങ്ങനെയാ സമാധാനം കൊടുക്കുക? സുബോധത്തിന്റെ അർത്ഥം ഞാൻ നിർവചിക്കാതെ സുബോധത്തെ കുറിച്ച് എങ്ങനെയാ എനിക്ക് പറയാൻ പറ്റുക? മദ്യപിക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ട്. അത് പലപ്പോഴും എളുപ്പമല്ല. കാരണം മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് മറ്റു പല മദ്യപിക്കാത്ത ആൾക്കാരും സോഷ്യൽ ഡ്രിങ്കേഴ്സും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ അങ്ങനെ കുടിക്കണേ? എനിക്കും അറിയാം ഈ കുടിക്കുന്നത് തെറ്റാണെന്ന്. പിന്നെ എന്തുകൊണ്ടാ കുടിച്ചത്? ഇതേ പരിപാടിയല്ലേ ഞാൻ സന്ദേശം കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്ത്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വിളിക്കുക, എടാ കുടിക്കരുത്, കുടിച്ചാ ഇങ്ങനെ പ്രശ്നം, നിന്റെ ഭാര്യ എന്നിട്ടത്, നീ എന്താ കുടിക്കണേ? ഞാൻ കുടിക്കാതിരിക്കുന്ന കണ്ടില്ലേ? സോഷ്യൽ ഡ്രിങ്കേഴ്സ് പലരും പറഞ്ഞത് അത് തന്നെയാ. ഞങ്ങളെ പോലെ എന്താ അനക്ക് കുടിക്കാ? ഞങ്ങൾ കണ്ടില്ലേ, എന്നോട് ചോദിച്ചതാണ് എന്റെ നാട്ടിലത്തെ ഒരു ഏട്ടൻ, പഴയൊരു മെമ്പർ ഉണ്ട്, വൈകുന്നേരം വാ 2 അടിക്കാം. വില്ലേജിന്റെ ബാക്കിൽ നിന്ന് കുറച്ച് കടലയും മറ്റു സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ അടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് മോളെ കളിപ്പിച്ച് കുറച്ചു നേരം ഇരിക്കുക, ടി വി ഒക്കെ കാണുക. അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഹോളൊന്നുമില്ല ടി വി കാണാനായിട്ട്. അവിടെയൊക്കെ പോയി കളിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങുക. നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ അങ്ങനെ ആവാൻ ശ്രമം നടത്തി. നമ്മളെ കൊണ്ടുണ്ടോ? പറ്റുന്നു? പ്രത്യേകിച്ച് ഒരു പൈൻ്റ് ഒക്കെ മേടിച്ചിട്ട് 3 അടിക്കുക, എത്ര നേരം പറ്റും? ഉറങ്ങാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ 1 ലിറ്റർ അടിച്ചാൽ പോലും മതിയാവാത്ത എന്നെ പോലൊരു മദ്യാസക്തന് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ പോയി ഞാൻ. മറ്റുള്ളവരെ പോലെ ആകാൻ നമുക്ക് സാധ്യമല്ല. ഇതേ പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഈ പറയുന്ന സോഷ്യൽ ഡ്രിങ്കേഴ്സ് നടത്തുന്ന പോലെ ഒരു അമിത മദ്യാസക്തനായ ഞാൻ, ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഞാനും ഇതേ പരിപാടി നടത്തുന്ന മറ്റുള്ളവരെ എടുക്കണ, കുടിക്കണ്ട കുടിക്കണ്ട കുടിക്കണ്ട. അങ്ങനെയാ സന്ദേശം കൊടുക്കുന്നത്. എന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അത് എങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്? അപ്പൊ എനിക്ക് സന്ദേശം വഹിക്കാൻ എനിക്കൊരു മാറ്റം ഉണ്ടാവണം. എന്നിലില്ലാത്തത് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം. ഞാൻ ആദ്യം നിർത്തേണ്ടത് ഉപദേശമാണ്. മറ്റുള്ളവരെ ഉപദേശം, അതെനിക്ക് അറിയുന്നില്ല, ഞാൻ എന്റെ കഥയാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഉപദേശിക്കാം, അതാദ്യം നിർത്തണം. ഉപദേശം നിർത്താനുള്ള തയ്യാറെടുപ്പ്. ഇനി നമ്മുടെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ അടുത്തുള്ള പ്രവർത്തനം എന്നുള്ള അധ്യായത്തിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഒന്നാമത്തെ പടിയുടെ ഭാഗമായ ലിറ്ററേച്ചറും പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും വേറൊരാളോട് ഇതിന്റെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാവരുത് ഈ സന്ദേശം കൊടുക്കേണ്ടത്. വലിയ രീതിയിൽ ഒറ്റയടിക്ക് നമ്മൾ തുടക്കത്തിലൊക്കെ വരുന്ന ആളുകളോട് ഇപ്പോ ബില്ലിനെ കുറിച്ചും ഭൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർക്കറിയില്ല. അവർക്കത് കേൾക്കാൻ, അല്ലെങ്കിൽ അതിൽ വർഷങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വലിയ ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ നിർത്തണമെന്ന് മനസ്സിലായി. കാരണം അയാൾ ആദ്യം സമ്മതിക്കണ്ടേ അയാൾക്ക് കുടിപ്രശ്നമുണ്ട്, അല്ലാണ്ട് അയാളിലേക്ക് ഒറ്റയടിക്ക് അയാളെ ഇങ്ങോട്ട് നീ ഒരു അമിത മദ്യപാന രോഗിയാണ് ഉടനെ നിർത്തണം, ഇതല്ല സന്ദേശം കൊടുക്കുന്ന രീതി. ഇതായിരുന്നു ചെയ്ത്. പല ആൾക്കാരും തെറി വിളിച്ചിട്ടുണ്ട് നമ്മളെ. ഞാൻ നിന്നോട് പറഞ്ഞടാ കുടിയനാണെന്ന്, നീ മേലാൽ എന്നെ വിളിച്ചു പോകരുത്. ഓരോരുത്തരും വിളിക്കാൻ പറയുന്ന ആൾക്കാരെ പോയി വിളിച്ചതാ. ഓരോ നമ്പർ ഇട്ട് തരും, നമ്പറിന് വിളിച്ചിട്ട് ഇത് വേറൊരാളെ അമിത മദ്യപാന രോഗി എന്ന് മുദ്ര കുത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് പറയാ നീ ഒരു അമിത മദ്യപാന രോഗിയാണ്. നാവേ സത്യത്തിന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ആ രീതിയിലായിരുന്നു എന്റെ പ്രവർത്തനം. അത് മറ്റൊരാൾക്ക് തോന്നിക്കൊണ്ട് അയാൾ സഹായം സ്വീകരിക്കണം. അപ്പൊ അതിന് പ്രാപ്തമാകണം. അപ്പോൾ എന്നെ സഹായം ഉണ്ടാകാൻ പറ്റും. നീണ്ട പ്രസംഗങ്ങൾ ഞാൻ നടത്തരുത്. ഇനി ആർക്കാണോ സന്ദേശം കൊടുക്കുന്നത് അയാളേക്കാൾ ഉയർന്നവനാണ് എന്ന ബോധ്യം, അത് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. ആ ധാർമ്മികതയുടെ മേൽത്തട്ടിൽ നിന്ന് എന്റെ സംസാരമുണ്ട്, അത് ഞാൻ നിർത്തണം എന്നൊക്കെ മനസ്സിലായി. പിന്നെ ഏറ്റവും പ്രധാനം, ഈ ഒരു സംഭവം എനിക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ സന്ദേശം കൊടുത്ത കാര്യങ്ങളെ മീറ്റിംഗിൽ വിളിച്ചു പറഞ്ഞ് ഗംഭീര സംഭവമായിട്ട് എവിടുന്നോ കയറി വന്നൊരു സംഭവമാണ്. 12-ാം പടിയെ കുറിച്ചുള്ള വിശദമായിട്ട് ഈ സേവനം ഇങ്ങനെയല്ല പറയേണ്ട മീറ്റിംഗിൽ. ആ വ്യക്തിയെ മനസ്സിലാവുന്ന തരത്തിൽ നാളെ അയാൾ ഈ മീറ്റിംഗിൽ വന്നിരിക്കേണ്ടതാണെന്നുള്ള ബോധ്യമില്ലാതെ വേറൊരാളുടെ സ്വകാര്യത ലംഘിക്കാൻ 1% പോലും എനിക്ക് അർഹതയില്ല. 1% പോലും. ഇത്രയും വലിയ പാപം വേറൊന്നുമില്ല എന്നാണ്. അതൊക്കെ എന്റെ തെറ്റായ രീതിയാണ് എന്ന തിരിച്ചറിവ്. ആ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ് നടക്കരുത് എന്ന ബോധ്യം. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് കുറെ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിർദ്ദേശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതുണ്ട്. അപ്പോഴാണ് ജീവിതം പുതിയ അർത്ഥതലം കണ്ടെത്തുക. അബിക്കല് പറയുന്നതിന് പകരം എന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാളെ കുറിച്ച് ആ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്?
ജീവിതത്തിന്റെ രജത രേഖ മറ്റുള്ളവരുമായിട്ടുള്ള പ്രവർത്തനമായിട്ട് എനിക്കത് മാറണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം നോക്കാം. അല്ല, ആദ്യത്തെ പോയിന്റ്, ഒരു കാരണവശാലും ഒരു സുവിശേഷ പ്രചാരകനെ പോലെ ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അവരോട് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ വലിയ വായിൽ നിർത്താതെ സംസാരിക്കുന്നത് സന്ദേശം കൊടുക്കലല്ല. 89ാമത്തെ പേജ് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം നടത്തുന്നവനെ പോലെ, ഒരു പരിഷ്കർത്താവിനെ പോലെ. ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ഇത് പറയുമ്പോ അയാൾക്ക് ഉള്ളിൽ തോന്നും അയാൾ എവിടെയോ ഒരു കുഴപ്പക്കാരനും ഞാൻ അയാളെക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള തോന്നൽ വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഏടെ ഷെയറിംഗിൽ ആൾക്കാർ ഇത് ക്ലാസ് എടുക്കലായിട്ട് കരുതാറുണ്ട്. സ്വാഭാവികമാണ്, അതിപ്പോ അറിയാത്തതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പൊ എന്റെ അനുഭവങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ ഏലേക്ക് കൊണ്ടുവരുന്നു, അയാളെ ഏടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് സൗഹൃദങ്ങൾ വാഗ്ദാനം ചെയ്യണം. അതല്ലാതെ ധാർമ്മിക പ്രബോധനങ്ങള്, ഒരു സുവിശേഷ പ്രചാരകനെ പോലെ അയാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടികൾ തെറ്റാണ്. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പരിഷ്കർത്താവിനെ പോലെയുള്ള സംഭവം ഇത് പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അയാളോട് സംസാരിക്കരുത്. ആ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹകരിക്കുക. അവിടെ തന്നെ പറയുകയാണ്, മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം എന്നാണ്. അപ്പൊ ഏടെ പ്രോഗ്രാമിലും ബിൽഡബ്ല്യുവിന്റെ ജീവിതത്തിലും മാറ്റം ഉണ്ടായത്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തിനാണ് ഏടെ 12 പടികൾ ചെയ്യുന്നത് എന്നുള്ള ഭാഗത്തിൽ ബില്ല് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാത്രമല്ല, ഏടെ പ്രാർത്ഥനകൾ ക്രോഡീകരിക്കുമ്പോൾ അതിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏടെ പ്രാർത്ഥനകൾ ഭൗതികമായ ഏതെങ്കിലും സാഹചര്യങ്ങളെ നേടിത്തരാനായിട്ട് നടക്കുന്ന ഒന്നല്ലായിരുന്നു. മറിച്ച് എന്താണ്, ബില്ല് എപ്പോഴും പറയാറുണ്ട്, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട പ്രയോജനക്ഷമത. 13ാമത്തെ പേജില് അടിവരയിട്ട് ബില്ലിനുണ്ടായ മാറ്റം പറയുമ്പോൾ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, അപ്പോൾ മാത്രമേ എനിക്ക് സ്വീകരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് മറ്റുള്ളവരോടത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു മനുഷ്യനെ, അയാളെ നമുക്ക് കുറ്റം പറയാനോ അയാളെ ജഡ്ജ് ചെയ്യാനോ കളിയാക്കാനോ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏത് സന്ദേശമാണ് കൊടുക്കുന്നത് നമ്മൾ സ്വയം ആലോചിക്കണം. അടുത്തിരിക്കുന്നവനേക്കാൾ ഉയർന്നവനാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സന്ദേശം കൊടുക്കാനുള്ള എന്ത് അർഹതയുള്ളത്? നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുന്ന, ഇഷ്ടപ്പെടാത്ത നമ്മൾ, അതിന്റെ പേരിൽ പൊട്ടിത്തെറിക്കുന്ന ഞാൻ, എന്നെക്കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവനെ തെറി വിളിക്കുന്ന ഞാൻ എങ്ങനെയാ വേറൊരാളെ ഇതേപോലുള്ള പരിപാടിക്ക് നിൽക്കുക? എത്ര പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പുറത്തുള്ള ആൾക്കാർ എന്റെ കുടിയെക്കുറിച്ച്. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്ന, എന്തോ ഭാഗ്യത്തിന് കുടിയെന്ന് മാറിയെന്നല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് മറ്റുള്ളവർക്ക് സഹായകരമായി ജീവിക്കുക. ഇതെല്ലാത്തിനും എടുക്കാം. ഈ ഒരൊറ്റ പോയിന്റ് ഞാൻ എടുത്താൽ ഞാൻ ഒരിക്കലും ഈ 12ാം പടി നടത്തുന്ന ആളുടെ വിശേഷങ്ങൾ ഏടെ മീറ്റിംഗിൽ വന്ന് പറയില്ല. അയാളെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഗങ്ങൾ പറയില്ല. കാരണം എനിക്ക് എന്റെ കഥ മാത്രമേ പറയാൻ പറ്റൂ ഷെയറിങ്ങിൽ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യോഗങ്ങൾ പോലും സന്ദേശം വഹിക്കാനായിരിക്കണം എന്ന് പറയുന്നത് 110ാമത്തെ പേജിലാണ്. 12 നമ്മൾ ഇരിക്കുന്നു, മീറ്റിംഗിൽ ഇരിക്കുന്നു, ചായ കൊടുക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലും സന്ദേശമാണ്. അവിടെ ഷെയറിങ്ങിന് അവസരം കിട്ടിയാൽ പോലും ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോഴെങ്ങനെയുള്ള അനുഭവം, ശക്തി, പ്രതീക്ഷ, 3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. അതുപോലും ഏയുടെ സന്ദേശമായിരിക്കണം എനിക്ക് കൊടുക്കുക. അത് എന്റെ കഥയായിരിക്കണം. വേറൊരാളും ആ കഥയിൽ കടന്നു വരരുത്. എന്ത് അനുഭവമാണെങ്കിലും പലരും അനുഭവമായിട്ടാ പറയുക. എങ്ങനെ എന്റെ അനുഭവത്തിൽ വേറൊരാളെ ഉൾപ്പെടുത്തുക? 9ാമത്തെ പടിയുടെ പരിഹാരം നമ്മൾ നോക്കിയാൽ മതി. വേറൊരാളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യയോട് സമ്മതം ചോദിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ഏറ്റു പറയുമ്പോൾ അവർക്ക് മോശം ഉണ്ടാവുമെങ്കിൽ, അവരുടെ ഒരു മകൻ ടീനേജ് ആണെങ്കിൽ ആ മകനോട് സമ്മതം ചോദിക്കണം. ആ രീതിയിൽ പരിഹാരം പറഞ്ഞ ഒരു ഫെലോഷിപ്പ്. അത്തരത്തിലും മറ്റുള്ളവരെ പരിഗണിക്കുന്ന നമ്മൾ. അപ്പൊ മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക, ഇതാണ് സന്ദേശത്തിന്റെ അടിസ്ഥാനം. അവിടെ നമുക്കിതൊന്നും സാധ്യമല്ല. മറ്റേതൊക്കെ നമ്മുടെ തെറ്റായ നമ്മുടെ ധാരണകളിൽ നിന്നാണെന്ന് ഞാൻ തിരിച്ചറിയും. വളരെ കൃത്യമാണ്. സന്ദേശം കൊടുക്കുമ്പോൾ ആ കുറ്റം പറയാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത്. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദം. ഇനി ഒരു കാര്യവും എനിക്ക് ഉപകാരം പറ്റില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്ന ആ ഒരു പ്രിൻസിപ്പിൾ എടുക്കുക. ഇനി ഏറ്റവും പ്രധാനം, അയാളുടെ താല്പര്യം വളരെയധികം പ്രധാനം ഉള്ളതാണ്.
നിർബന്ധം നടക്കില്ല. അതുകൊണ്ടാണ് അയാൾക്ക് എന്താണെന്നുള്ളത് ഞാൻ അറിയണം. ഈ സന്ദേശം കൊടുക്കുന്ന ആളിനെ നിർബന്ധപൂർവം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ എടുത്തിരുന്നോ? ഇപ്പൊ ഏതെങ്കിലും ആളുകൾ അങ്ങനെ എടുക്കുന്നുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. അവിടെയാണ് അയാൾക്ക് പതുക്കെ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അവിടെയാണ് എന്തോ ഒന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനെ ഞങ്ങൾ ദൈവബോധം എന്നോ ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പഴമക്കാർ പറയാറുള്ളതാണ്. ദൈവാനുഗ്രഹം ഉള്ളവർക്കാണ് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിന് കാരണം ആ ഒരു സംഭവ ഫാക്റ്റിനെയാണ് നമ്മുടെ പഴമക്കാരങ്ങനെ ഉപയോഗിക്കാറുള്ളത്. കാരണം അയാളിൽ ഒരു തോന്നൽ വേണം, ഇത് നിർത്തണം. ആദ്യത്തെ പെഗ് എടുക്കാതിരുന്നാലേ കാര്യമുള്ളൂ. കുടിച്ചുകൊണ്ട് കുടി നിർത്താത്ത ദുര്യോഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? മദ്യം നിറഞ്ഞ ഗ്ലാസ് കയ്യിലിരിക്കെ ഒഴിഞ്ഞ എന്റെ മദ്യപാനം പോകുന്നില്ല എന്ന് പരിതപപ്പെടുന്ന കുടിയൻ, ആ കുടിയൻ ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്ന് ബില്ല് പറയാറുണ്ട്. നമ്മൾ മേശമേലടിച്ച് പറയും, എന്ത് നാശമാണ് ഞാനിത് കുടിച്ചത് എന്നുള്ള ചോദ്യം. എന്ത് കാര്യമാണ്? അതുകൊണ്ട് തന്നെ അയാൾക്ക് പരിപൂർണമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് അയാൾക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിലാണ്, അല്ലാതെ നടക്കില്ല. നിർബന്ധപൂർവം ചെലുത്തി കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല എയുടെ സന്ദേശം. അത് എനിക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പൊ തന്നെ കുറെ മാറ്റങ്ങൾ എനിക്കുണ്ടാവും ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ. പിന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഒരു കാരണവശാലും അവരുടെ സന്ദേശം കൊടുക്കുന്ന ആളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടരുത്. അതില് അഭിപ്രായം പറയാനോ ആ അഭിപ്രായം എയുടെ മീറ്റിംഗിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് ആലോചിക്കണം. അയാളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു ഒട്ടും പറ്റാത്താണ്. എങ്ങനെ അത് പറയാം? അത് സത്യമാണോ? അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെ ചതിച്ചു, ഇവര് ചതിച്ചു, എന്റെ സഹോദരൻ ചതിച്ചു, സഹോദരി ചതിച്ചു. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്ത് കഥയും പറയും. അങ്ങനെ എന്തൊക്കെ കഥ ഞാൻ പറഞ്ഞിരുന്നു. ഇത് കുടി നിർത്തിയിട്ട് വരെ എന്റെ എക്സിനെ കുറ്റം പറഞ്ഞിരുന്ന ആള് ഞാൻ. അവർക്കൊക്കെ എന്ത് തെറ്റാ? എന്റെ എക്സിനൊന്നും ഒരു തെറ്റില്ല. 100% ഇന്ന് ഞാനത് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോ എന്റെ ഭാര്യ അപ്പുറത്തുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും അവർക്കൊരു തെറ്റുമില്ല. എന്റെ ഭാര്യയ്ക്ക്, ഈ കല്യാണം കഴിച്ച ഭാര്യയോട് വരെ ഞാൻ പറഞ്ഞു, പരിപൂർണമായ തെറ്റ് എന്റെയാണ് ഡൈവേഴ്സിന് കാരണം. അതെന്താ, പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞു. ഇത് കുടിക്കാതിരുന്നിട്ട് പോലും എന്റെ തെറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത മദ്യാസക്തനായ ഞാൻ വേറൊരു മദ്യാസക്തൻ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതിൽ അഭിപ്രായം പറയുക, അതിൽ ഉപദേശം കൊടുക്കുക, അതിൽ എട്ടപ്പെടാതിരിക്കുക, അത് മാക്സിമം അത് പറയിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം എന്നിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് തെറ്റായ ദിശയിലേക്ക് പോകും. ആവശ്യമില്ലാത്ത പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറിക്കൊണ്ട് പോകുന്ന ഒന്നാണ് കുടുംബ പ്രശ്നങ്ങളിലെ ഇടപെടൽ എന്നുള്ളതാണ്. അപ്പൊ അത് ഭാര്യ, ഇനിയിപ്പോ അവരുടെ ഭാര്യയും കുടുംബാംഗങ്ങളും നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും എയുടെ നിർദ്ദേശത്തിനെ പറയുന്നത് അത് നിയന്ത്രണ രേഖയിൽ നിർത്തണം. ഭാര്യയായിട്ട് ഒരു കാരണവശാലും ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇയാളെ കുറിച്ച് അറിയേണ്ട, കാരണം അയാളെ കുറിച്ച് എല്ലാം അറിയാൻ ശ്രമിക്കുക എന്നൊക്കെ അന്നത്തെ കാലത്ത് നിർദ്ദേശമാണ്. നമുക്കിപ്പോ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ അയാളുടെ താല്പര്യം പ്രധാനമാണ്. അയാളെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ പണി. അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെമ്പററി സ്പോൺസർഷിപ്പിന്റെ നിർദ്ദേശം സ്പോൺസർഷിപ്പ് എന്ന പാംലെറ്റിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അയാളെ ഫോളോ ചെയ്യേണ്ട, അയാളുടെ ഭാര്യയോട് ചോദിച്ചിട്ടല്ല അയാളുടെ വിവരങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ സഹോദരനോ മറ്റു ബന്ധുക്കളോ നിയന്ത്രണ രേഖയിൽ ഞാൻ അവരെ നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ള ഒരു നിർദ്ദേശം ഈ സന്ദേശം വഹിക്കുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി എയുടെ മീറ്റിങ്ങുകളിലേക്ക് എത്തിക്കുക, അത് ഏറ്റവും പ്രധാനമാണ്. എയുടെ മീറ്റിംഗ് ആണ് എയുടെ ഏറ്റവും ആദ്യത്തെ പരിപാടി. നമ്മൾ പറയും 2 എയെ കുറിച്ചൊക്കെ പഴമക്കാർ പറയാറുണ്ട്. ഒന്നാമത്തെ എ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പ് തന്നെയാണ്, വേറെ എവിടെയില്ല. ആ പ്രെയർ മീറ്റിങ്ങുകൾ, നമ്മുടെ മീറ്റിങ്ങുകളിലേക്ക് എത്തിക്കുക. കാരണം അയാള് ഇപ്പൊ ഇവിടെയൊക്കെ സന്ദേശം കോള് വന്നു കഴിഞ്ഞാല്, ഈവൻ ഇവിടെ വീടുകളിൽ പോയിട്ട് കാണുന്ന പരിപാടി നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയാണ് ചെയ്യുന്നത്. ഇവിടെ മീറ്റിങ്ങിലേക്ക് വരാനാ പറയാ. ആ മീറ്റിങ്ങിലാണ് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുക. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അയാളുമായിട്ട് ഞാൻ തുടർന്ന് പ്രവർത്തിക്കുന്ന സമയത്തോ അയാൾക്ക് സന്ദേശം കൊടുക്കാനോ ശ്രമിക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നൊരു നിർദ്ദേശമുണ്ട്. ഒരു മദ്യാസക്തൻ അയാൾക്കൊരു സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം കൊടുക്കണം. അയാൾ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വന്നു. ആ മീറ്റിങ്ങിൽ തന്നെ ഞാൻ അയാളോട് എല്ലാ കഥയും, മേയുടെ ചരിത്രം 1935 ഇത് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഹെൻറിറ്റ സിബർലിങ്കിനെ കോള് വന്നത് തൊട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് കേൾക്കാൻ പറ്റില്ല. അയാൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെയോ ഇവർ പറയുന്നു എന്ന രീതിയിലായിരുന്നു.
അല്ലെങ്കിൽ പടികളെക്കുറിച്ച് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പടികൾ മനസ്സിലാക്കാൻ ഒരു പുതിയ ജീവിത രീതിയാണെന്ന് പറയാം, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. മൊത്തത്തിൽ പ്രോഗ്രാമിനെ അങ്ങ് പുകർത്തി പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാതെയെങ്കിലും അയാളെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇനി അയാളെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തൊരു കാര്യം, ആ കാര്യത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അയാളോട് സംസാരിക്കുക, അതും അബദ്ധം ഉണ്ടാക്കിയിട്ട്. കാരണം ഈ മദ്യാസക്തർ ഒരിക്കലും അത്ര പൊട്ടന്മാരാവില്ല. അയാൾക്ക് വളഞ്ഞു മൂക്ക് പിടിച്ച് വരുന്നത് നമ്മൾ എവിടേക്കാണെന്ന് അയാൾക്ക് മനസ്സിലാവും. അത് പലപ്പോഴും എൻ്റെയൊക്കെ ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മളെക്കുറിച്ച് സംശയം തോന്നുകയും നമ്മൾ അമിതമായി അവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന ആളെ പോലെ അവർക്ക് തോന്നുകയും ചെയ്യും. സംഗതി അവർ പതുക്കെ പഠിച്ചു വരും. ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് ഒറ്റയടിക്ക് സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 90 ഡേയ്സ് 90 മീറ്റിംഗിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇത് ബാധക. പുതിയ പുതുമക്കാരെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട്. അവിടങ്ങളിലൊക്കെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് പഠിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ ഒരു പുതുമക്കാരൻ മീറ്റിങ്ങിലുണ്ട്, അയാളെ സ്വാഗതം ചെയ്യുന്നൊക്കെ ഓക്കെ. അതിനപ്പുറം അയാൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അന്നത്തെ മീറ്റിങ്ങിൽ എൻ്റെ അനുഭവങ്ങളെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാറുള്ളൂ. അതൊക്കെ വിദേശത്ത് നിന്ന് കിട്ടിയൊരു മാറ്റമാണ്. അയാൾക്ക് വേണമെങ്കിൽ അയാൾ പിന്നോട് ചോദിച്ചോളൂ എന്നോട്, വ്യക്തിപരമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ പോലും എന്താണ് അയാളുടെ താല്പര്യങ്ങൾ, ആ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഒറ്റയടിക്കൊന്നും പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ഷെയറിങ് തൊട്ട് വ്യക്തിപരമായ സംസാരത്തിലും നമ്മൾ എടുക്കേണ്ട വളരെ കൃത്യമായ നിർദ്ദേശമാണ് ഒറ്റയടിക്കുള്ള പഠിപ്പിക്കൽ. ഇനി എൻ്റെ കഥ അവിടെ ലളിതമായിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് പറയാറുള്ളത് എൻ്റെ മദ്യപാനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, ഏത് രീതിയിലാണ് എന്നെ മദ്യം കബളിപ്പിച്ചിരുന്നത് എന്നുള്ളത് വളരെ ലളിതമായ രീതിയിലേക്ക് അയാളുമായിട്ട് സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ പറയേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അയാൾക്കൊന്നും മനസ്സിലാവാതിരിക്കും. ഇനി ഓരോ സംസാരത്തിലും രോഗത്തെക്കുറിച്ചും ആ രോഗാവസ്ഥയുടെ ദുരിതങ്ങളും അതെവിടെയാണ് എന്നെ എത്തിച്ചത് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കണം. സംസാരം പലപ്പോഴും വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഒരാളുമായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ, ഈ സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളോട് സംസാരിക്കുകയാണ്, 90 ദിവസമായ ഒരാളോ അല്ലെങ്കിൽ 30 ദിവസമായ ഒരാളോ പുതുതായിട്ട് കൊടുക്കുന്ന ആളുമായിട്ട് എന്തായാലും വരത്തില്ല. നമ്മൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും. അപ്പൊ അയാളോട് പൊതുവായ സംഭാഷണങ്ങളിൽ നിന്ന് കുടിയുടെ ഏതെങ്കിലും മേഖലകളിലേക്ക് നമ്മൾ സംഭാഷണം തിരിച്ചുവിടുകയാണ്. അവിടെയാണ് 91-ാമത്തെ പേജിലൊക്കെ പറയുന്ന രീതിയിൽ മദ്യം മൂലം നമുക്ക് സംഭവിച്ച കാര്യങ്ങള്, ലഘുവായ ഒരു മാനസികാവസ്ഥയിലാണ് അയാളെങ്കിൽ വലിതപൂർണമായ നമ്മുടെ മദ്യപാന വീരകഥകൾ അവിടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ എങ്ങനെ എടുക്കുന്നു, അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടോ നോക്കിയിട്ടാണ്. അതല്ല ഒരാളെങ്ങോട്ട് വന്ന ഉടനെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്റെ കഥ പറയാന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ ഇങ്ങോട്ട് കയറിയിട്ട് പറയാം. അയാൾ ഒന്ന് ഉറക്കം ചോദിച്ചിട്ടുണ്ടാവും, വീഡിയോ കോളൊന്നും അല്ലെങ്കിൽ അയാൾ വേറെ സൈഡിൽ പോയിട്ടുണ്ടാവും മാറ്റി വെച്ചിട്ട്. അയാൾ അതോടുകൂടി അയാൾ വരവ് നിർത്തും ചിലപ്പോൾ. പക്ഷെ എൻ്റെ അമ്മ എന്തൊരു ബോറാന്ന് വിചാരിച്ചിട്ടേ. കാരണം ഞാൻ ആദ്യ കാലത്തൊക്കെ വിചാരിച്ച് ഭയങ്കര സംഭവമായിട്ട് ഞാൻ ഭയങ്കര സേവനം ചെയ്യാറുണ്ട്, നിർത്താതെ ഷെയർ ചെയ്യുക, കഥകൾ അങ്ങോട്ട് പറയുക, കുട്ടി വീര കഥകൾ. ബോബു പറഞ്ഞ പോലെ 3 തരത്തിലാ കുടികൊണ്ട് ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവുക എന്ന് ബോബു പറയാറുണ്ട്. അത് ഒന്ന് പ്രധാനമായിട്ടും വീട്ടിലുണ്ടാവുന്ന അപമാനമാണ്. രണ്ടാമത്തേത് സാമൂഹ്യപരമായിട്ട് പുറത്ത് വീണു, റോട്ടിൽ വീണു എന്നത് തന്നെ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത്. ഈ 3 അപമാനങ്ങളുടെ കഥകളെ നമ്മൾ മാറ്റിപ്പറയുന്നതാണ് വീരോതിഹാസികമായ കഥകൾ. അത് പറയാം, അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ഈ മദ്യാസക്തനെങ്കിലാ പറയാൻ പറ്റുക. അല്ലാണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നമുക്ക് എന്ത് ബോറടി വരും എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ലളിതമായിട്ട് പറയാനും അതോടൊപ്പം തന്നെ ഈ രോഗം, ഈ ദാരുണമായ രോഗം, ആ ദാരുണപരമായ രോഗം എന്നെ എങ്ങനെയാണ് പറ്റിച്ചത് എന്നുള്ള. കുടിക്കാതെ ഞാൻ ഇരുന്ന സമയത്ത് ബിഞ്ച് ഡ്രിങ്കേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അയാളോട് ചോദിച്ചു, എത്ര മണിക്കാ കുടിച്ചത് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, രാത്രി ഒരു 11 മണിയോടുകൂടി ഓഫായി. ഓക്കെ, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയി. പണിക്കൊക്കെ പോയി. പണിക്ക് പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല, കുടിക്കാനുള്ള കാശ് എവിടുന്ന.
എന്നിട്ട് പണിക്ക് പോയിട്ട് 6 മണിയാകുമ്പോൾ കുടിച്ചു വന്നു. അപ്പോൾ രാത്രി 11 മണിക്ക് കുടി നിർത്തിയ ഒരാൾക്ക് ഉച്ചയ്ക്ക് 11 മണിയാകുമ്പോഴേക്കും 12 മണിക്കൂർ കിട്ടി. പിന്നീട് അയാൾക്ക് 6 മണി എന്ന് പറയുമ്പോഴേക്കും 5 മണിക്കൂറായി. അപ്പൊ 17 മണിക്കൂർ കുടിക്കാതിരിക്കുന്ന അവസ്ഥ ഡെയിലി കുടിക്കുന്ന ആൾക്കാർക്കുണ്ട്. ആ കുടിക്കുന്ന അല്ലെങ്കിൽ ആ കുടിക്കാത്ത സമയത്തുണ്ടാകുന്ന ചിന്തകളാണ് അടുത്ത 6 മണിയുടെ കുടിയിലേക്ക് എത്തിക്കുന്നത്. ബിഞ്ച് ഡ്രിങ്കേഴ്സിന് അത് തുടർച്ചയായിട്ടുള്ള ജീവിതമാണെങ്കിൽ ഡെയിലി കുടിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സമയമാണ് 17 മണിക്കൂർ എന്നുള്ളത്. മറ്റാൾക്കാർക്ക് അത് ദിവസങ്ങളും മാസങ്ങളും ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. പൊതുവെ എന്താണ്, ഈ ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നവന് ശക്തനുമായ മദ്യം പല രീതിയിൽ നമ്മളെ ഒന്ന് കുടിക്കാൻ 2 അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും, മറ്റു പ്രശ്നങ്ങൾ, നമുക്ക് പല കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഭയം, ഇതാണ് കുടിപ്പിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയണം. അതല്ലാതെ ക്ലാസ് എടുക്കുന്നത് പോലെ മദ്യം ഈ ലിവറിൽ ബാധിക്കുന്ന കാര്യങ്ങളും ലിവറിന് ഉണ്ടാവുന്ന ഇഞ്ചുറിയും ഇതൊക്കെ അറിയാത്ത ഒരു കുടിയനും ഇവിടെ ഇല്ലാന്നേ. മദ്യപാനം ലിവറിനും മറ്റു ശരീരത്തിനും കുഴപ്പമാണെന്ന് അറിയാത്ത കുടിയനില്ല. എന്തുകൊണ്ട് അവന് കുടിക്കാതിരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ കുടിക്കാതിരിക്കാൻ നമുക്ക് പറ്റി, അവൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് അവന് ബോധ്യം ഉണ്ടാവണം. അതവൻ പറയണം. മാത്രമല്ല പല ആൾക്കാരും ഇല്ല ഞാൻ അങ്ങനത്തെ കുടിയനല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്താണ്, നമ്മൾ കരുതിയിരുന്ന, അതും രസകരമായിട്ട് വേണം അവരോട് പറയാനത്. അതല്ലാതെ നമ്മൾ നിർബന്ധപൂർവ്വം നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള ഒരു കുടിയനൊന്നല്ല കേട്ടോ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും, വേടാ ഇതൊക്കെ നിന്റെ തോന്നലാ എന്ന് പറഞ്ഞ് നമ്മുടെ കഥ പറയല്ല. പിന്നീട് ആ ടോപ്പിക്കിൽ നിന്ന് മാറി അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റൂ. നമ്മുടെ രോഗാവസ്ഥ നമ്മളെ കബളിപ്പിച്ചു, കുടിക്കില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്തു, എന്നിട്ട് എവിടെ പോയി നമുക്ക് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് തന്നെ ആ രീതിയിലായിരിക്കണം നമ്മൾ 92ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കുടിയെ പറ്റി വിചിത്രമായ മാനസികാവസ്ഥ, എങ്ങനെ സാധാരണ മറ്റുള്ള മനഃശക്തിയുടെ പ്രവർത്തനങ്ങളെ, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുണ്ട്. ഞാൻ ഇനി കുടിക്കില്ല എന്ന ഓരോ തീരുമാനങ്ങളും, കുടികൊണ്ട് എനിക്ക് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടായിട്ടില്ലാതിരിക്കുമ്പോഴും എങ്ങനെയാണ് ഈ മാനസികാവസ്ഥ എനിക്ക് പണി തന്നത് എന്ന് പറയാൻ പറ്റും. ആ രീതിയിലായിരിക്കണം ഞാൻ സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരു കാരണവശാലും മറ്റൊരാളുടെ കഥ ഞാൻ ഉപയോഗപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എങ്ങനെയാണ് നമുക്ക് വേറൊരാളുടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനം. നമ്മൾ എങ്ങനെയാ മറ്റൊരാളുടെ കഥ നമ്മൾ പറയാം? പല സമയങ്ങളിലും ആദ്യകാലത്തൊക്കെ പൊതുവെ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് മരിച്ചുപോയി എന്ന് പറയാം നമ്മുടെ കൂട്ടത്തിൽ എന്നല്ലാതെ ആ മരിച്ചുപോയ ആളെ പോലും ജഡ്ജ് ചെയ്തിട്ടല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചു പോയിട്ടുണ്ട് കൂട്ടായ്മയിൽ എത്തിയിട്ട് എന്ന് പൊതുവെ പറയാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ പേരെടുത്തിട്ട് ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന എക്സ് എന്ന വ്യക്തി, അയാളുടെ ധാരണമായ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം, ഇതൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ജഡ്ജി ആയിരിക്കണം. അവിടെയും പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോയിട്ട് എനിക്കത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തെറ്റായിരുന്നു അതൊക്കെ. ഇന്ന് അതിനെ കൂടി ഞാൻ തിരുത്തിക്കൊണ്ട് പറയുകയാണ്. വളരെയധികം തെറ്റായ ഒരു പരിപാടിയാണ് ഞാൻ നടത്തിയത്. മറ്റൊരാളുടെ കഥ ഒരു കാരണവശാലും ഞാൻ പറയാൻ പാടില്ല. എനിക്ക് എൻ്റെ കഥയുണ്ടല്ലോ പറയാൻ, എന്തിനാ വേറെ കഥ പറയുന്നത്? എനിക്ക് വേറെ കഥ പറയാൻ അർഹതയില്ല. മറ്റേ മമ്മൂട്ടി ഇതിൽ പറഞ്ഞ തനിക്ക് പോവാൻ അനുവാദമില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് പോകാൻ പറ്റും. ഈ കഥ എങ്ങനെ പറയുക? ഞാൻ എന്താ പ്രയാമ്പിൾ പറഞ്ഞത്? എൻ്റെ അനുഭവം, ശക്തി, പ്രതീക്ഷ ഇത് പങ്കുവെച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിൽക്കുക. ബാക്കി എല്ലാ ഭാഗങ്ങളും അതാണ്. മീറ്റിംഗിൽ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാമ്പിൾ എന്താണ്? അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുക. അവിടെ എന്താണ്? എൻ്റെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്രകാരം മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതനാകാൻ സഹായിക്കുന്ന കൂട്ടായ്മയാണത്. അവിടെയാണ് പൊതുവായ പരിഹാരം. എൻ്റെ കുടി എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോഴെങ്ങനെയുള്ളതാണ്. എനിക്ക് ESH ആണ് ഏതൊരു ഷെയറിങ്ങിനും ഉണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങളാണ് എനിക്ക് പറയാനായി പറ്റും. അവിടെയാണ് എന്നെ പ്രാഥമിക ഉദ്ദേശത്തിന് നിൽക്കുന്നത്. ഒരു കാരണവശാലും ഞാൻ മറ്റൊരാളുടെ കഥ പ്രയോജനപ്പെടുത്താനായിട്ട് പാടില്ല എന്ന ബോധ്യം. ഇനി നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, അയാൾക്ക് അയാളുടെ കുടി വലിയ കുഴപ്പമുള്ള രീതിയിലല്ല അയാൾക്ക് തോന്നലുണ്ട്. അയാള് വലിയ അമിത മദ്യപാന രോഗിയൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് അയാളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് ഈ ആ വർത്താനം എന്ന് പറഞ്ഞാൽ, എന്നെക്കാട്ടിലും വലിയ ആൾക്കാരെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടോ, ഈ വലിയ കുടിയനാണ്,
ഈ ആരോടെ ഈ പറയണെന്നുള്ള പരിഹാസ ചൊവയിൽ ഈ സന്ദേശം കൊടുക്കുന്ന ആളെ കളിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ തെറ്റായ ഒന്നായിരുന്നു. അയാളുടെ നിർദ്ദേശങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം അയാൾ അമിത മദ്യപാന രോഗിയല്ല എന്ന് അയാൾക്ക് തോന്നലുണ്ടെങ്കിൽ അയാളൊരു തുറന്ന മനസ്ഥിതിയോടുകൂടി അയാളോട് ഈ കൂട്ടായ്മയെ സമീപിക്കാനാ പറഞ്ഞിട്ടത്. അയാളെ ഒരു കാരണവശാലും നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? പല സുഹൃത്തുക്കൾ ചോദിക്കുന്ന പോലെ സുബോധത്തിന്റെ അർത്ഥം ഒക്കെ പറയാറുണ്ട്. സുബോധം എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കുന്ന അവസ്ഥയാണോ അതോ മറ്റവസ്ഥ? അതൊക്കെ അവരവര് നിർവചിക്കേണ്ടതാ. ആൽക്കഹോളിക്സ് അനോണിമസ് കുടിയുടെ കാര്യത്തില് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, കുട്ടി ഇത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പലപ്പോഴും ആദ്യകാലത്ത് കുടിയന്മാരുടെ കാര്യത്തിൽ വരെ ഇവിടെ അവനൊന്നും വലിയ കുടിയനൊന്നല്ല, അയാൾക്ക് വേറെ പ്രശ്നം ഏല് വന്നു വിട്ടു, ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? വളരെ തെറ്റായിരുന്നു ഒക്കെ. മറ്റൊരാളെയും നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഒരാൾ അമിത മദ്യപാന രോഗിയാന്ന് അയാൾ പറഞ്ഞ അതാണ് ഇവിടെ അർത്ഥം. ഇനി അയാൾ ഇന്ന് രാത്രി കുടിച്ച് ലക്ക് കിട്ട് റോട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടാലും നാളെ അയാൾ മീറ്റിംഗിൽ വന്ന് കുടിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി എന്ന് പറഞ്ഞാൽ കൈയടിക്കുക, അയാൾക്ക് ടോക്കൺ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇതേ കൂട്ടായ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നും എന്റെ പണിയല്ല. അയാൾ കുടിച്ചിട്ടില്ല എന്നൊക്കെ അയാൾ പറയും. ഇന്നലെ കുടിച്ചത് നമ്മൾ കണ്ടിരിക്കുമ്പോഴും ആണോ സന്തോഷം വരും, അത്രേ പറയാൻ പറ്റൂ. മറ്റതൊക്കെ അയാളുടെ ഇഷ്ടം. അയാൾ ആരെ പറ്റിക്കുന്നേ? നമ്മൾ എന്തിനാ അയാളുടെ സത്യസന്ധത അളക്കേണ്ട കാര്യം? അപ്പൊ അയാൾ അമിത മദ്യപാന രോഗിയാണ് എന്നത് അയാൾക്ക് ബോധ്യം വരേണ്ടതുണ്ട്. നമുക്കറിയാം അയാൾ കൃത്യമായിട്ട് അമിത മദ്യപാന രോഗിയാണ്, അയാൾ പറയണത് കളിപ്പിക്കലാണ്. അപ്പൊ എന്താ ചെയ്യാ? ഒറ്റയടിക്ക് ഒന്ന് കടന്നു വരിക, ആദ്യം പരിഹാസം, നമുക്കൊരു ചിരി വരും, ഉള്ളിലൊരു വർത്താനം പറയും. അതൊക്കെ നമ്മൾ അടക്കുന്നതാണ് എയുടെ രോഗശമനം. അതുകൊണ്ടാണ് 12-ാം പടി എന്ന് പറയുന്ന നിർദ്ദേശത്തിൽ നമുക്കൊരടക്കുണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാരണം ആത്മീയ ഉണർവ് പ്രവർത്തിക്കേണ്ട മേഖല അവിടെയാണ്. അപ്പോ ആ ഊർജവും ആവേശഭരിതവുമായ പ്രവർത്തനം എന്ന് പറയാറുണ്ട്. യാതന അനുഭവിക്കുന്ന അടുത്ത മദ്യപാനിയിലേക്ക് സന്ദേശം കൊടുക്കുക. അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ജീവിത മേഖലകളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ വ്യവഹാരങ്ങളിൽ തത്വങ്ങൾ പാലിക്കുക. അപ്പോഴേ നമുക്ക് പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അയാളെ ഈ അമിത മദ്യപാന രോഗിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിർബന്ധപൂർവമുള്ള ശ്രമങ്ങൾ പലപ്പോഴും വിപരീതമായ ഫലം ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കേവല അനുഭവം നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ടാണ് ബുക്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ടോട്ടൽ അനുഭവങ്ങൾ നമ്മൾ പഠിച്ച പാഠം വേറൊരാളെ അമിത മദ്യപാന രോഗിയാണ് എന്ന് നമ്മൾ മുദ്ര കുത്തുന്നില്ല. അതൊക്കെ അവരവർ തീരുമാനിക്കണം. നമുക്കറിയാം ഒരാളെ എങ്ങനെ അമിത മദ്യപാന രോഗിയാവുക, എന്തൊക്കെ നിർദ്ദേശങ്ങളാണുള്ളത്. തന്റെ കുടി നമുക്കറിയാം. നിങ്ങളൊരു മദ്യപാന രോഗിയാണോ എന്നൊരു ഇത് കൊടുക്കാറുണ്ട്. ആ ഉത്തരം പോലും സെൽഫ് അനലൈസേഷൻ അല്ലേ? അതിലൊരാളെ എഴുതുകയാണ് എനിക്ക് കുടി നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അയാൾ എഴുതുകയാണ്. അയാൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അയാളത് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അയാളത് തിരിച്ചറിയുന്നത് വരെയും അയാൾ അങ്ങനെ കരുതിയേ തീർത്തുള്ളൂ. നമുക്ക് അയാളിലേക്ക് നിർബന്ധപൂർവ്വം നിങ്ങൾ അമിത മദ്യപാന രോഗിയാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശം കൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്നതിനും അവർ പിന്നെയും കുടിച്ചു പോയി മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല ഈ കാര്യം. അത് വളരെ കൃത്യമായിട്ട് 12-ാം പടിയുടെ ആവേശം ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മളിത് മനസ്സിലാക്കണം. ഇതെന്താന്നുള്ളത് ഇത് അവരവർ തീരുമാനിച്ചാൽ മാത്രം നടപ്പിലാകും. നമ്മൾ എത്ര ദുർബലരാണ് എന്ന് ബോധ്യമാക്കുന്ന ഒന്നുകൂടിയാണ് ഈ സന്ദേശം കൊടുക്കുക എന്ന ഈ ഒരു പടി. നമ്മുടെ ദുർബലത നമുക്ക് കാണിച്ചു തരും. നമുക്ക് എവിടെ വരെ കളിക്കാൻ പറ്റും. നമ്മുടെ ഈ വലിയ വർത്താനൊക്കെ നിൽക്കുന്ന ചില മേഖലകളെ നമുക്ക് കാണാൻ പറ്റും. സന്ദേശം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ നമ്മൾ പറയാറ് 12-ാം പടിയുടെ 3 പാർട്ടുകളും ശരിക്കും സമ്പൂർണ്ണ പടിയായിട്ടാണ് 12-ാം പടിയെ പറയാറ്. അതിൽ ഈ ഒരു സന്ദേശം കൊടുക്കുക എന്ന ഈ ഒരു പാർട്ടിൽ തന്നെ നമുക്ക് നമ്മളെ കാണാനും നമ്മുടെ ദുർബലതകൾ, നമ്മൾ എത്ര നിസാരരാണെന്നുള്ള ബോധ്യവും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ്. ഇനി തമാശയ്ക്ക് പോലും അയാളെ കളിയാക്കാതെ ഇരിക്കുക. അയാളിപ്പോ നിയന്ത്രണം തന്നെ കൊണ്ട് പറ്റും, ഞാൻ കുടിച്ചിരുന്നു എന്ന് പറയുകയും നമ്മൾ അയാളുടെ ബന്ധുക്കളിൽ നിന്നോ വേറെ വല്ലവരിൽ നിന്നോ അയാളുടെ കുടിയെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളായ 7 അംഗങ്ങളിൽ നിന്നാണ് അയാളുടെ കുടിയെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ നമുക്കറിയാം അയാളിപ്പോ ഈ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റി. ഞാനിപ്പോ പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ, എന്താ കുറെ കാലമായി വിളിക്കുകയൊക്കെ ചെയ്യും, അപ്പോ കുടിക്കാതിരിക്കുകയാണ്. പലപ്പോഴും എനിക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് അവരെ അങ്ങ് കളിയാക്കും. എന്നിട്ട് ഈ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറയാം.
പിന്നീട് ഇവർ കുടിച്ചു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഏത് പ്രോഗ്രാമിലാണ് നിൽക്കുന്നത്, എനിക്ക് സന്തോഷം ഉണ്ടാവുക. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞ നിർദ്ദേശം അയാൾ കേട്ടില്ല, അവൻ കുടിച്ചു. ആർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ആത്മീയ രോഗം കിടക്കുന്നതേ. പക്ഷെ ആള് കുടിച്ചതിന്റെ പേരിൽ സംഗതി അയാള് ഇവിടെ നമ്മൾ സഹായിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ മറന്നു പോവുകയും എൻ്റെ പേഴ്സണൽ ഈഗോ കടന്നു വരികയും ചെയ്ത മുഹൂർത്തമായിരുന്നു അതൊക്കെ. ആ സുഹൃത്ത് പാവം ചെറുപ്പക്കാരനായ പയ്യനാണ്. അദ്ദേഹം ഞാൻ അന്ന് എന്നോട് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഉടനെ അതാ പറയുന്നത്, എൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഒരു ചിരിയും ആ കളിയാക്കലൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് സഹായമായിരുന്നു ഞാൻ ചെയ്തതെന്നൊക്കെ സ്വയം സഹതാപത്തിനായിട്ട് പറയല്ല, ആ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് നേരിട്ട് പറയും കൂടിയാണ്. അപ്പൊ തമാശയ്ക്ക് പോലും ഇന്ന് 12-ാം പടിയുടെ പ്രധാന നിർദ്ദേശമായിട്ട് തന്നെ എടുക്കുന്ന ഒരു കാര്യമാണ്. അയാളെ കളിയാക്കാതെ നിയന്ത്രണം അയാളോട് വളരെ കൃത്യമായിട്ടും സാവധാനത്തിലും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റണം. നമുക്ക് നിയന്ത്രണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എനിക്കത് സാധ്യമായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അഥവാ വീണ്ടും അയാൾ കുടിക്കുമ്പോൾ അയാളെ സഹായിക്കുക എന്നല്ലാതെ അയാൾ വരുമ്പോൾ ഒരു കാരണവശാലും അതിൽ സന്തോഷം ഉണ്ടാവുകയോ നമ്മുടെ നിർദ്ദേശം കേട്ടില്ല എന്ന രീതിയിലോ എൻ്റെ അടുത്ത് ഉണ്ടാകരുത്. 12-ാമത്തെ നിർദ്ദേശം, ഈ തന്നെത്താൻ രക്ഷപ്പെടാത്ത ഈ രോഗം, അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ എൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയണം. കാരണം ഇത് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന രോഗമല്ല. നമ്മുടെ 92-ാമത്തെ പേജിന്റെ അവസാനമൊക്കെ പറയുന്ന ഭാഗമുണ്ട്. ഈ പ്രത്യാശാരാഹിത്യമാണ് ഈ രോഗത്തിന്റെ പ്രശ്നം. ഈ രോഗം എന്ന് പറയുന്നത് കുടിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കരുതും നമുക്ക് ഇനി ആരുടെയും സഹായം വേണ്ട, ഇപ്പൊ കുടി നിർത്തി എന്നുള്ളത് നമ്മൾ കരുതുകയും, പക്ഷെ പല സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് പറയുന്ന ഒരു ആള് വീണ്ടും മദ്യത്തിലേക്ക് പോവുകയും ചെയ്യും. അത് സംഭവിക്കുന്നതിനൊരു കാരണം ഉണ്ടാവുന്നുണ്ട്. ഒരു കാരണവും ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം അയാൾ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പ്രോഗ്രാമിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമ്മൾ കുടിക്കുന്നില്ല എന്ന് നമ്മൾ കാണും. വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചിന്തകളില്, നമ്മളെ കൊണ്ട് സാധ്യമാണ് എന്ന ഭാഗങ്ങളില്, കുടിയുടെ ഭാഗത്തിൽ മാത്രമല്ല മറ്റു പല നിർദ്ദേശങ്ങളിലും നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധി, നമ്മുടെ സ്വേച്ഛ, സ്വന്തം ആഗ്രഹം നടക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അത് പറയണം. അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ സന്ദേശം കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കണം. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടം, ഇത് ഒറ്റയ്ക്ക് പോയിട്ട് ഈ രോഗത്തെ ജയിക്കാൻ പലർക്കും പറ്റാത്തതിന്റെ കാരണം ഇത് ഒറ്റയ്ക്ക് പോയിട്ട് നിൽക്കാൻ പറ്റുന്ന രോഗമല്ല. കാരണം അവനവന്റെ കൺട്രോളിൽ നിൽക്കുന്ന രോഗമല്ല ഇത്. അതിനാണ് ഒരാളുടെ സഹായം. നമ്മൾ നോക്കിയാൽ മതി, ദൈവം എന്ന ആശയത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പലപ്പോഴും വേറൊരാളെ കൂടി വെച്ചിട്ടാ നിർത്താറുള്ളത്. വേറൊരാളോട് കൂടി തുറന്നു പറയുക, നമ്മുടെ പോരായ്മകൾ ഏറ്റു പറയുക എന്നൊക്കെ പറയണത്. അവിടെയൊക്കെ നമുക്കൊരു സുഹൃത്തിന്റെ അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ അത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ഫെലോഷിപ്പിന്റെ ഭാഗമാകുക നമുക്ക് വല്ലാത്തൊരു മാനസിക വ്യഥ ഉള്ളപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. മീറ്റിങ്ങിന് കയറുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് അതിന്റെ ഒരു എന്തെങ്കിലും ഒരു സംഭവം ആ മീറ്റിങ്ങിൽ നിന്ന് കിട്ടുന്നതിന്റെ കാരണം അതാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, അതിസൂക്ഷ്മമായ മാനസികമായ ഒഴിയാബാധയാണ് മദ്യാസക്തി എന്ന് പറയുന്നതിന്റെ കാരണമാണ്. അപ്പൊ അത് ആ രീതിയിലുള്ള സന്ദേശം കൊടുക്കാനുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇനി ആത്മീയ വശത്തിന് വേണ്ടത്ര ഊന്നൽ കൊടുക്കുക എന്നൊരു നിർദ്ദേശമുണ്ട് 93-ാമത്തെ പേജിൽ. അപ്പൊ അത് ആത്മീയ വശം എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ആത്മീയത ഉണ്ട്. ആ ആത്മീയതയിൽ നിന്നാണ്. അതെന്താണ്? മറ്റ് ആത്മീയത എന്ന് പറയണ പോലെ കണ്ണടച്ചിട്ടും ധ്യാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുമുള്ള ആ ആത്മീയതയല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത. മറിച്ച് 46-ാമത്തെ പേജിൽ പറയുന്ന, ഞങ്ങൾക്ക് ആത്മീയതലം എന്നാൽ വിസ്തൃതമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും ഒന്നിനെയും പുറന്തള്ളാത്തതുമാണ് എന്ന് പറയുന്ന ഒരു ആത്മീയത. അതെന്താണ്? അത് മറ്റു മനുഷ്യരെ അവരായി ഉൾക്കൊള്ളുക, അവരുടെ ആശയങ്ങളെ. അയാള് ദൈവ നിഷേധിയായ ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും അയാളുടെ ദൈവനിഷേധത്തെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റ്, ഈ പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണ, ഈ 2-ാമത്തെ പടി, ഈ നിരീശ്വരവാദികൾ എന്നുള്ള അധ്യായം, ആജ്ഞേയവാദികൾ എന്നാണ് പേരെങ്കിലും നമ്മുടെ മലയാളത്തിലെ പേര് മാറ്റിയിട്ടില്ല. ഇത് വായിച്ചിട്ട് എയിൽ വന്ന ആളുകളൊക്കെ വിശ്വാസികളായി എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ആളുകൾക്കൊക്കെ ഉണ്ട്. പലർക്കും എയുടെ ചരിത്രം തന്നെ അറിയാത്തത് കൊണ്ടാണ്. വിശ്വാസികളാവാതെ എത്തിസ്റ്റായി മരിച്ച നിരവധി അംഗങ്ങളുണ്ട്. നിരവധി അംഗങ്ങൾ ഇന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വാസമില്ലാത്ത രീതിയിൽ
എനെയും ഗ്രൂപ്പുമായിട്ട് അവർ മരിച്ചിട്ടുണ്ട്. അല്ലാതെ മരണത്തിന് മുന്നേ അവർ ദൈവത്തെ വിളിച്ചിട്ടൊന്നും ഉള്ള ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരാള് ദൈവനിഷേധിയാകുമ്പോ ഈ അതൊന്നും പറയണ്ട, നീയൊക്കെ എത്തിക്കോളും എന്ന് പറയുന്ന നമ്മളുടെ വിധി പ്രഖ്യാപനങ്ങൾ അതിന് നിർത്തലാക്കണം. അത് തെറ്റായ ഒന്നാണെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആത്മീയ വശത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പറയില്ല. നമ്മൾ എന്തിനാ നമ്മുടെ ആത്മീയതയിലേക്ക് മറ്റൊരാളെ കൊണ്ടുണ്ട്? നിങ്ങൾ എങ്ങനെയാച്ച വിശ്വസിച്ചോളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുകയും മറ്റൊരാൾക്ക് അയാളുടെ വിശ്വാസം എന്താണോ അതിൽ നിൽക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മീയ തലത്തിന് മാറ്റമുണ്ടാവുക. നിങ്ങൾ ആത്മീയമായി ഉണരുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഉറച്ച ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടുന്നത് എന്ന് പറയും. അപ്പൊ അത് വളരെ കൃത്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത മറ്റു മനുഷ്യരെ അവരായി ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അവരെ ഒരു കാരണവശാലും നിങ്ങളുടെ ആത്മീയതയിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള ശ്രമം, നിങ്ങളുടെ ധാരണ, ആത്മീയതയല്ല പറയണത്, നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയതയിലേക്ക് ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. അവിടെ ആത്മീയതയെക്കുറിച്ചുള്ള വലിയ വാചോടാപങ്ങൾ, നിങ്ങൾ പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എയുടെ പേരിലേക്ക് എടുത്ത് കൊടുക്കരുത്. വളരെ സിമ്പിൾ ആത്മീയതയാണ്. മറ്റു മനുഷ്യരെ എയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ആത്മീയതലം. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഇതാണ് അർത്ഥമാക്കുന്നത് എന്ന് 56-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ മതി. അതിന് പകരം പുറത്തുള്ള സാധനോ വേറെ ഏതെങ്കിലും കഥകളോ അല്ലെങ്കിൽ വേറെ ആചാര്യന്മാരുടെ പേരോ ഗുരുക്കന്മാരുടെ പേരോ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു രീതികളോ ഈ ആത്മീയതലൊന്നും ഏതില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമാണ്. അത് സന്ദേശം കൊടുക്കുമ്പോൾ അതൊന്നും കൂട്ടിക്കലർത്തരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എയുടെ സന്ദേശമല്ല കൊടുക്കുന്നതെന്നാണ് അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ പഴയ സംഭവമാണ്. വളരെ കൃത്യമായിട്ട് എയുടെ സന്ദേശം കൊടുക്കുന്ന ആത്മീയ തലം എന്താണ്? വിസ്തൃതവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും ഒന്നിനെയും പുറന്തള്ളാത്തതും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാ ആരെയും തടയാത്ത ഒന്ന്, അത് എല്ലാ മനുഷ്യർക്കുമായിട്ട് തുറന്നു കിടക്കുന്നത്. ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ് എന്ന് വളരെ കൃത്യമായി പറയുന്ന, എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടായിരിക്കേണ്ട പ്രയോജനക്ഷമതയ്ക്കൊഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്ന പ്രാർത്ഥന പറയുന്ന ആത്മീയത, അത് വളരെ കൃത്യമായ നിർദ്ദേശമാണ്. ഇനി ഞാൻ മതനിഷേധിയാണെങ്കിൽ ഒരു കാരണവശാലും വിശ്വാസികളെ മതനിഷേധികളാക്കേണ്ട കാര്യമില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയ ഒന്ന്. എന്റെ തത്വം, എന്റെ ആശയം അത് അവിടെ നിർത്തിക്കൊള്ളുക വ്യക്തിപരമായിട്ട്. അത് എയിലേക്ക് കടത്തിവിടരുത് എന്ന് പറഞ്ഞു. പുറത്ത് ചെയ്തോ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് നിന്റെ ധാരണ കടത്തിവിടാനായിട്ട് തയ്യാറാവേണ്ടില്ല. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ധാരണകൾ അയാൾ സമ്മതിച്ചു തരേണ്ടതില്ല എന്ന് ശക്തമായിട്ട് തന്നെ നമ്മൾ വ്യക്തമാക്കണം. അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മ വളർന്ന് 93-ാമത്തെ പേജിന്റെ തുടക്കത്തിൽ തന്നെ ആ നിർദ്ദേശം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി അയാളോട് ദൈനംദിന ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ അയാളോട് സംസാരിക്കേണ്ടത് മറ്റു മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആത്മീയതയെക്കുറിച്ചോ മറ്റേടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് 93-ൽ തന്നെ തുടർച്ചയായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു വലിയ ശക്തി എന്ന ആശയം ആ ആത്മീയ തത്വങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾക്ക് ഏത് ധാരണയും കൊണ്ടുപോവാം. അപ്പൊ എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല, പക്ഷെ വേറെന്തോ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ധാരണയാണല്ലോ. അത് പ്രോഗ്രാം ആയിരിക്കാം, എയുടെ ഗ്രൂപ്പ് ആയിരിക്കാം, ഇനി ദൈവമായിരിക്കാം. അത് പ്രവർത്തിക്കേണ്ട വിധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഗൂഢമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് കുഴപ്പമുണ്ടാക്കരുത്. ഇതെന്തോ നിഗൂഢമായ എന്തോ ഒന്നാണെന്ന് അവർ കരുതും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണയായിട്ട് വരിക, എന്നെ കൊണ്ട് സാധ്യമല്ല, കൈ ഉയർത്തി കൂട്ടായ്മയുടെ ഭാഗമാകണം എന്ന് തീരുമാനിച്ചാൽ മതി എന്ന രീതിയിൽ തൊട്ട് നമുക്ക് സാധാരണ ഭാഷയിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി, ദൈനംദിന ഭാഷയാണ്, കടിച്ചാ പൊട്ടാത്ത രീതിയിലേക്ക് ഈ സന്ദേശത്തെ നമ്മൾ കൊടുക്കരുത്. അപ്പൊ ദൈനംദിന ഭാഷയിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നാ പറയുന്നത്. ദൈനംദിന ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. മതാധിഷ്ഠിത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കരുത്. അത് വലിയ ചിന്താകുഴപ്പങ്ങൾ ഉണ്ടാക്കും. പ്രോഗ്രാമിനെ കുറിച്ച് പലപ്പോഴും അത് പാസ്റ്റർമാരുടെ ഇതൊക്കെ ആയിട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഇത്തരത്തിലേക്കുള്ള കാര്യമാണ്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ബൈബിളിക്കലി ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടും മീറ്റിങ്ങുകൾ പലപ്പോഴും നടക്കുന്നത് ചർച്ചകളായതുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മൾ ഈ സന്ദേശം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പല ആൾക്കാരും ഈ സന്ദേശം മിസ്സാവും. ഇത് ക്രിസ്ത്യൻ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയും മറ്റൊരാൾക്ക് സന്ദേശം കിട്ടാതെ വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സന്ദേശം കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ച്. ഇനി എല്ലാം എനിക്കറിയാം എന്ന രീതിയിൽ ഞാൻ എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ ടെമ്പററി സ്പോൺസർഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളിലും വ്യക്തമായിട്ട് പറയുന്ന ഒന്നാണ്.
ഇനി ഏതൊരു സ്ഥലത്തും പറയുന്ന ഒന്നാണ്. നമുക്കൊന്നും എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും ഒന്നും അറിയില്ല. പല കാര്യങ്ങളും നമ്മുടെ കുഴപ്പം നമുക്ക് എല്ലാം അറിയാമെന്ന ബോധ്യമാണ് എന്നിരിക്കെ ആ കുഴപ്പങ്ങളെ മറികടക്കാനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അത് റിയാലിറ്റി ആയിരിക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പരിശീലിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടം നമ്മൾ പുതുതായിട്ട് കടന്നു വരുന്ന ആളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. AI തന്നെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കുകയാണ്. നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ വരും. എന്തായാലും നമ്മൾ ചോദിക്കട്ടെ, ഇന്ന ആളോട് ചോദിക്കട്ടെ. അപ്പൊ നമ്മുടെ എളിമയെ കാണിക്കും. നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ വലിപ്പാണ്. നമുക്ക് എളിമയപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ? നമുക്ക് അറിയില്ല, ഞാൻ ചോദിക്കട്ടെ, ഒരാളോട് ചോദിക്കട്ടെ എന്ന് പറയാം. നമുക്ക് എല്ലാം അറിയാം. ആദ്യത്തെ പ്രശ്നം അതായിരുന്നു. അവിടെ ഈ സന്ദേശം കൊടുക്കുന്നവന്റെ മുന്നിൽ ഞാൻ വലിയ ആളാവണം എന്ന ഭാവം ഉള്ളപ്പോഴേ അതുണ്ടായിരുന്നു. അത് മാറിയപ്പോൾ കുഴപ്പമില്ല. എനിക്ക് എല്ലാം അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇനി അതല്ല, AI സംബന്ധമല്ലാത്ത വിഷയം അവിടെ എനിക്ക് ഉപദേശം കൊടുക്കാവുന്ന മേഖലയാണെങ്കിൽ ഒരു കാരണവശാലും തുടക്കത്തിൽ അയാളുടെ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേഖല, ഓഹരി വിപണി, എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. ഇപ്പോ ആരോഗ്യപരമായ കാര്യം, അയാളുടെ അസുഖം, അയാളുടെ കൊളസ്ട്രോള്, BP, മറ്റസുഖങ്ങള്, മെറ്റബോളിക് ഡിസീസ്, ഇതൊക്കെ എനിക്ക് അറിയാന്നുണ്ടെങ്കിലും അതും ഞാൻ മാറ്റി നിർത്തേണ്ടതും അതും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അയാളുടെ ധാരണ ഈ പ്രാഥമിക ഉദ്ദേശത്തിന് മാറി ചർച്ച വഴിതെറ്റും. അയാൾക്ക് വേറെ ധാരണയായിരിക്കും. ഞാൻ സയന്റിഫിക് ടെമ്പറിൽ പോകുന്ന ആളാന്ന് പറഞ്ഞിട്ട് അയാളെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവും. അത് പലപ്പോഴും പ്രാഥമിക ഉദ്ദേശത്തിന് മാറി ആജീവനാന്ത വിരോധം ഉണ്ടാക്കാനും ഉപകരിക്കും. അതുകൊണ്ട് നമുക്ക് പല വിഷയങ്ങളും നമുക്കറിയാവുന്ന വിഷയമാണെങ്കിലും അതിന്ന് മാറ്റി നമ്മുടെ കോമൺ പ്രശ്നത്തിലേക്ക്, അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ചർച്ചകൾ നമ്മൾ തമ്മിൽ ചെയ്യരുത് മധ്യാസക്തര്. ആ ബന്ധം നിലനിർത്തേണ്ട മീറ്റിംഗ് ടു മീറ്റിംഗും അത് കഴിഞ്ഞാൽ പോകുന്നതിന്റെ ഫലം എന്താ പറയുക? സൗഹൃദം ആവാം, അതല്ലാത്ത സൗഹൃദങ്ങളൊക്കെ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പല വിഷയങ്ങളിൽ നമ്മൾ കയറി പുറത്തെ വിഷയങ്ങളിൽ ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവുന്നേ. അവന് പുതിയ വണ്ടി മേടിക്കുന്നതിനെ കുറിച്ച്, അവന്റെ മറ്റു കാര്യങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച്, അവന്റെ പുതിയ ലോൺ എടുക്കുന്നതിന്, ഇനി അവന്റെ ലോട്ടറി ഉപയോഗിക്കുന്ന രീതി, ഇനി അവന്റെ പാൻപരാക്കോ ഹാൻസോ, ഞാനിതൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ആരാ അതിൽ അഭിപ്രായം പറയാം? അതൊക്കെ അവര് വേണോ അവൻ മാറ്റുന്നു. ഞാൻ മറ്റൊരാളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരാളോ മറ്റൊരാളെ നല്ല നടപ്പിന് വിധേയമാക്കുന്ന ആളൊന്നുമല്ല. അതൊന്നും എനിക്ക് അങ്ങനത്തെ ഉത്തരവാദിത്വമൊന്നുമില്ല ഈ സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ കണ്ട ധാരണകൾ തന്നെ ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. ഇനി അതാണെങ്കിൽ തന്നെ അത് അയാൾ കൂടി തോന്നണ്ടേ? അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ്. എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾ, അറിയാത്ത വിഷയങ്ങളിൽ ഒരു കാരണവശാലും അഭിപ്രായം പറയുന്നത്. അറിയുന്ന വിഷയങ്ങളാണെങ്കിലും അത് പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് വഴിതെറ്റിക്കും. അത് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക, മറ്റേ കാര്യങ്ങൾ പതുക്കെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ആരോഗ്യത്തിനും AI സന്ദേശത്തെ കൃത്യമായി കൊടുക്കുന്നതിനും വളരെ കൃത്യമായിട്ട് നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ 93-ാമത്തെ പേജിൽ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്, അത് വരുള്ളൂ. കാരണം വിശ്വാസത്തിന്റെ കൂടെ സ്വയം പരിത്യാഗവും നിസ്വാർത്ഥതയും സർഗാത്മകമായ പ്രവർത്തികളും ഒരുമിച്ച് പോകണം എന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സാധനം പ്രവൃത്തിയിലേക്ക് വരുന്ന ഭാഗം ഇതാണ്. വിശ്വാസം മാത്രം പോരാ, പ്രവർത്തിക്കുന്ന വിശ്വാസമാവണം. ആ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന്റെ കൂടെ ഞാൻ ഒരു സ്വയം പരിത്യാഗം ചെയ്യണം. എനിക്ക് പലപ്പോഴും അഭിപ്രായം പറയണമെന്ന തോന്നലിനെ നിർത്താനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. അവിടെയാണ് പരിത്യാഗം. പിന്നെന്താണ്? നിസ്വാർത്ഥത. പരിപൂർണ സ്വാർത്ഥത വെടിഞ്ഞാലാണ് എനിക്ക് നിസ്വാർത്ഥത ഉണ്ടാവുള്ളൂ. എല്ലാം ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ പോകണം എന്നതാണ് സ്വാർത്ഥതയുടെ പ്രധാന പ്രശ്നം. അതൊന്ന് മാറ്റി പിടിച്ചാൽ മതി. തന്നെ നിസ്വാർത്ഥത പരിശീലിക്കാൻ പറ്റിയ ഭാഗമായി സന്ദേശം കൊടുക്കുമ്പോൾ ആ നിസ്വാർത്ഥത എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് സർഗാത്മകമായിട്ട് ഈ സന്ദേശം കൊടുക്കുന്നതിന്റെ ആനന്ദം നമുക്കറിയാനായിട്ട് പറ്റൂ എന്ന ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അയാളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ്. അയാള് ഒരു വൺ സൈഡ് ആയിട്ട് ഈ സന്ദേശം കൊടുക്കൽ പോകരുത്. അയാള് മാത്രം സംസാരിക്കുന്നതാവരുത്, ഇടയിൽ ഇടപെടണം. പിന്നെ അയാളെ തന്നെ പറയാൻ അനുവദിച്ച് അയാൾ കാടുകയറി സംസാരിക്കുന്ന രീതിയുണ്ട്, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അയാളെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നല്ലേ പറഞ്ഞാൽ, അയാളെ ഒരിക്കലും നമ്മളെ സംസാരിക്കാൻ അനുവദിക്കാണ്ട് ഈ രണ്ടുപേര് തമ്മിലുള്ള സംസാരത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഒന്നില്ലെങ്കിൽ നമ്മൾ ഡൊമൈൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സഹിക്കും. ഭയങ്കര ബോറടി കൊണ്ട് നമ്മൾ അവളെ സഹിക്കും. അവിടെയാണ് AI നിർദ്ദേശത്തില് നമ്മൾ ഇതിന്റെ ഒരു മധ്യവർത്തിയായിട്ടുള്ള സമീപനം എടുക്കണം. കാരണം നമുക്കിത് മനസ്സിലാക്കേണ്ടത്, ഈ സന്ദേശം കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ വഴി തെറ്റി അരമണിക്കൂർ അയാളെ കേട്ടതുകൊണ്ടോ 15 മിനിറ്റ് കൊണ്ട് കേട്ടതുകൊണ്ടോ അയാളുടെ നമ്മളിൽ മാറ്റം ഉണ്ടാവില്ല. മറിച്ച്
നമ്മളിത് നിർബന്ധപൂർവ്വം സഹിക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് നല്ല പ്രശ്നം ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ പറയുന്നത് നിർബന്ധപൂർവ്വം അടക്കി പിടിച്ച ഫ്രസ്ട്രേഷനൊക്കെ വേറെ രീതി പുറത്തു വരും. ഈ പറയണ 12-ാം പടിയുടെ ഫലം നമുക്ക് കിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. മറിച്ച് നമ്മളവിടെ കൃത്യമായി ഇടപെട്ട് ഈ പോയിന്റിലേക്ക് വരുന്നത്. ആ മദ്യാസക്തൻ ഞാനടക്കം ഒരു കാര്യത്തെ വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ടാ സംസാരിക്കുക. ഞാൻ ഇവിടുന്ന് പോയി അടുക്കളയിൽ പോയിട്ട് ആ സാധനം എടുത്തു എന്നുള്ളതിന് മുന്നേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അതിന് മുന്നേ മകൻ ഇതായി, അങ്ങനെ ഞാൻ പണ്ട്, ഇങ്ങനെ പറയുന്ന ഒരാളാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്ക് ആ മാറ്റം ഉണ്ടാവും. മീറ്റിങ്ങിൽ അമിതമായ ഷെയറിങ്ങിനൊക്കെ സമയബന്ധിതമായിട്ട് ചെയ്യാൻ തയ്യാറായപ്പോഴാണ് ഞാൻ ഈ മിഡ് നൈറ്റ് എന്നാണത് ഡെയിലി റിഫ്ലക്ഷന്റെ ഭാഗത്ത് പരിശീലിച്ചത്. അപ്പോഴാണ് എനിക്കും ഈ ഇടയിൽ സന്ദേശത്തിൽ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ പോയിന്റിലേക്ക് വരാൻ പറയും. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയേണ്ട ഭാഗത്ത് മാത്രം പറയുക എന്ന പരിപാടി, അവരെ കൊണ്ടും അത് പറയിക്കുക. അതേപോലെ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലാണ് തുറന്ന ഒരു ഇടപെടൽ. നല്ല സൗഹൃദം എന്ന് പറയുന്നത് രണ്ടുപേരും റെസ്പെക്ട് ചെയ്തുകൊണ്ട് പതുക്കെ സംസാരിച്ചുകൊണ്ട്, അയാളും പറയുന്നു ഇവിടെയും കേൾക്കുന്നു, അങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങൾ, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അവിടെ സന്ദേശത്തെ എളുപ്പം നമുക്ക് കൈമാറാനാകും. അവിടെ നമ്മുടെ ക്ഷമയുടെ പരീക്ഷണം പരിശീലനം ഒക്കെ നമ്മൾ നടക്കേണ്ട പോലെ തന്നെ നമ്മൾ ഇതിനെയും ഈ ഇടപെടല് വളരെ വിദഗ്ധമായിട്ട് നമ്മൾ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മുടെ അവരോട് എങ്ങനെ സംസാരിക്കണം എന്ന ഭാഗത്തുള്ള നിർദ്ദേശം. കഥയുടെ കാര്യം പറഞ്ഞു. വളരെ ലളിതമായിട്ടായിരിക്കണം നമ്മൾ കഥ കൈമാറേണ്ടത്. ആ കഥ ഏറ്റവും പ്രധാനം നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അയാളോട് പറയുക എന്നാണ് 93 പറഞ്ഞിട്ട്. അവിടെ ആത്മീയവശത്തിനുള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ധാരണകളെ, നമ്മുടെ കാര്യങ്ങളെ അതും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ദൈവത്തിൽ അങ്ങനെയൊന്നും പറയരുത്. അയാൾ നിൽക്കുന്ന മേഖല എന്താണോ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ കഥ പറയുമ്പോൾ. അല്ലാണ്ട് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ മതധാരണകളും അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാവരുത് നമ്മൾ ഈ കഥ പറയേണ്ടത്. അയാൾ താല്പര്യമുള്ളവനായിരിക്കണം, അവർക്കേ കൊടുക്കാൻ പറ്റൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ലളിതമായി തന്നെ ഈ ഒരു കഥ നമ്മൾ അവരോട് പറയുകയാണ്. നമ്മളെ പറ്റിയിട്ട് അയാളിലേക്ക് ഇത് കൊടുക്കുന്നത് എന്തിനാണ്? അയാൾ നമ്മുടെ പേര് പറയരുത് എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കൊടുത്താൽ നമുക്ക് എളിമ പരിശീലിക്കാൻ നല്ലതാണ്. അതല്ലെങ്കിൽ എന്താ കുഴപ്പം വരിക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒരു മനോഭാവം കടന്നു വരും. നമ്മൾ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവർ പറയണം. കാരണം നമുക്ക് എപ്പോഴും ഈ പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുക എന്ന സാധ്യത വളരെ വിരളമാണ്. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തും. മീറ്റിങ്ങിൽ കേൾക്കുമ്പോൾ ഒക്കെ നല്ല സുഖമാണ്. നമ്മുടെ പേര് ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. ഇന്ന് ആ ചേട്ടൻ വിളിച്ചു, അയ്യോ എൻ്റെ ആ ചേട്ടന്റെ സഹായം ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ഇതാ ഞാൻ ചത്തുപോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നും. പക്ഷെ അത് പലപ്പോഴും നമ്മളിത് എന്തിനാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവും. അയാളിലേക്ക് ഇത് എത്തിക്കുന്നത് എൻ്റെ തന്നെ രോഗവിമോചനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അയാൾ സ്വയം ബോധ്യപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് 94-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഈ സന്ദേശം ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അപ്പൊ എനിക്ക് നന്ദിയുടെ കണക്ക് പറയാൻ പറ്റുമോ? മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചിരുന്നതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞ ആളാ ഞാൻ. രാത്രി 12:30 മണി ഖത്തറിലെ സമയം ഒക്കെ ഞാൻ ഉറങ്ങാതിരുന്നു, എന്നിട്ടും അവൻ അങ്ങനെ ചെയ്തു, എന്നിട്ടും അവൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തിന്? ആരാ എന്നോട് ഉറങ്ങാതിരിക്കാൻ പറഞ്ഞു? ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് വലിയ അനുഭവങ്ങൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഡിനേലുകൾ, ഏതൊക്കെ തരത്തിലുള്ള ഡിനേലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കാണ്, എൻ്റെ രോഗവിമോചനത്തിനാണ്. ഈ കാര്യം ഞാൻ കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയണം, നിങ്ങൾ എൻ്റെ പേരുകൾ പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. 1-2 തവണ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് അവിടെ പറയാൻ പറ്റും. നമ്മളവിടെ മറ്റൊരാളുടെ പേര് നിങ്ങൾക്ക് നമ്മളോട് വേറെ നിങ്ങൾക്ക് സന്ദേശം തന്ന ആളോട്, നിങ്ങളെ സഹായിച്ച ആളോട് നന്ദി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നന്ദി കാണിക്കേണ്ടതെന്നല്ല, ആ നന്ദി കാണിക്കേണ്ടത് വേറൊരാൾക്ക് സന്ദേശം കൊടുത്തിട്ടാണ്. നിങ്ങളിൽ ആദ്യം ഒരു മാറ്റം ഉണ്ടാകുന്നു, നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകുന്നു, ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു, ഇത് പഠിക്കാൻ തുടങ്ങുന്നു, ഇത് പഠിച്ചൊരു മാറ്റം ഉണ്ടാകുന്നതിനോടൊപ്പം ഈ സന്ദേശം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇവിടെയാണ് എനിക്ക് സന്ദേശം തന്ന ആളോട്, എൻ്റെ സ്പോൺസറോട് എല്ലാ ഭാഗത്തുള്ള നന്ദി കാണിക്കേണ്ടത്. വ്യക്തികളുടെ പേര് മീറ്റിംഗിൽ പറഞ്ഞിട്ടല്ല. വ്യക്തികൾക്ക് പല മിസ്റ്റേക്കുകൾ സംഭവിക്കാം, വ്യക്തികൾക്ക് പല തെറ്റുകൾ സംഭവിക്കാം.
പല പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല ആ വ്യക്തിയെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അവരവരുടെ ജന്മവാസനകളും. അവരവർ ഉയർന്നു നിൽക്കണം. എന്നെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ സുഖമൊക്കെ ഉണ്ടാവാത്ത ആരുമില്ല. ഒരു വിഷയാവതരണം കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ആൾക്കാരോടൊക്കെ. അവിടെയൊക്കെ ഇത് ചുരുക്കി പോയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അറിയുന്ന ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ഈ സന്ദേശം തരുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ്. നിങ്ങൾ വലിയ സഹായ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് പലർക്കും ഞാൻ വോയിസ് ഇട്ട് കൊടുത്ത ആളാണ്. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലർക്കും തന്നെ വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ അതിനൊക്കെ നമ്മളൊരു സംഭവമാണെന്ന് മറ്റുള്ളവർ കണ്ടോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു. ഒരു സംശയമില്ല. ഇന്നത് പറയുന്നതിന് ഒരു മടിയില്ല എനിക്ക്. വളരെയധികം തെറ്റായ ഒന്നായിരുന്നു. അത് തന്നെയായിരുന്നു ഈ പറയുന്ന സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ വളരെ പെട്ടെന്ന് നമ്മൾ താത്തിക്ക് പോകുന്നേ. നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ പരിശോധന നടത്തേണ്ട മറ്റുള്ളവരല്ല. അത് ഈ നല്ലത് പറഞ്ഞാൽ ഉണ്ടാവുന്നതിന്റെ ഇരട്ടി വേദന. ചെറിയ വിമർശനം വന്ന ഇതാ കിടക്കുന്നു, എയും വേണ്ട കീയെയും വേണ്ട എന്നുള്ള ഡയലോഗ് അടിക്കുക. എല്ലാ പ്രവർത്തനവും കെട്ടി മടക്കിയിട്ട് ഇത് അവിടെ ഇരിക്കും വീട്ടില്, റീലോ അല്ലെങ്കിൽ മൊബൈലോ കണ്ടുകൊണ്ടിരിക്കും. പരിപാടി നിർത്തും. ഏടെ പരിപാടിയൊക്കെ വളരെ പെട്ടെന്ന് പിണങ്ങി ഇറങ്ങിപ്പോവും. ഇനി ഒരു പരിപാടി ഇല്ല നമുക്ക്. ആർക്ക് പോയി? എന്തിനാ അങ്ങനെ പ്രവർത്തിക്കുന്നത്? അവിടെയാണ് ഇത് എന്തിനാണ് ഈ AI പ്രവർത്തനം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അപ്പോഴായിരുന്നു എനിക്ക് വലിയ സംഘർഷമായിരുന്നു മറ്റുള്ളവരായിട്ടൊക്കെ. ഞാൻ മൊത്തം എന്റെ തലയിലാണെന്നാണല്ലോ എന്റെ ധാരണ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ സന്ദേശം കൊടുക്കുന്നത് എന്റെ രോഗവിമോചനമാണ്. അതെന്നും ഞാൻ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ആ രീതിയിൽ ഇത് പരിശീലിക്കാൻ തുടങ്ങി. അയാളെ ഞാൻ സഹായിക്കുന്നതിനേക്കാൾ അയാൾ എന്നെ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്കൊക്കെ വലിയ പ്രതിസന്ധികൾ കിട്ടുമ്പോൾ ഞാനിത് പറയാറില്ല, പൊതുവെ മീറ്റിങ്ങുകളിൽ പോലും എടുത്ത് പറയാറില്ല. പല ആൾക്കാരും വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ആ കറന്റ് അഫയേഴ്സ് വലിയ പ്രശ്നമായിരിക്കും. അത് മറന്നുകൊണ്ട് ആ ഒരു നിമിഷം വരെ ഇപ്പൊ എന്റെ പാസ്പോർട്ട് തന്നെ എന്റെ കയ്യിൽ കിട്ടാത്ത ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. അപ്പൊ എന്റെ സുഹൃത്ത് വിളിക്കുന്നു. ആ സുഹൃത്ത് എന്നെ സഹായിക്കുമായിരുന്നു. പല കാര്യം എന്നോട് ചോദിച്ചു. അപ്പൊ ആ സുഹൃത്തുമായിട്ട് ഞാൻ ഒരു വോയിസ് ഇട്ട് കൊടുക്കുമ്പോൾ, അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ പരിപൂർണമായിട്ട് ഞാൻ രണ്ടാമത്തെ പടിയെക്കുറിച്ചും മറ്റു ആശയങ്ങളെക്കുറിച്ചും മാത്രമായിട്ട് പോവാണ്. അപ്പൊ എനിക്ക് പറ്റുന്നൊരു കാര്യം എന്താ പറയുക, ഞാൻ ഇന്നത്തെ ദിവസത്തിലെ ആ റിയാലിറ്റിയിലേക്ക് നിന്ന് വരികയാണ്. എനിക്ക് അവിടെ എത്തിയിട്ടുണ്ടാകാൻ, ഇന്ത്യൻ എംബസി പോയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്റെ വൈകാരികത നിൽക്കാൻ എന്നെ അത് സഹായിച്ചു. അവിടെ വളരെ കൂളായിട്ട് നിൽക്കാൻ സാധിച്ച ഈ സുഹൃത്താണ്. അയാളില്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റും. ആരോടാ പറയാൻ പറ്റും? അതേപോലെ വേറെ സുഹൃത്ത് ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. ഉത്കർഷത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ തന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കേസിന്റെ വിധി ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിലെ വളരെ മോശമായ രീതിയിൽ രാവിലെ സംഭവിക്കുകയും ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ ഈ സുഹൃത്തിന് ഇതൊന്നും അറിയാതെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ആ ഒരു കാര്യം 30 മിനിറ്റ് എടുത്തിട്ട് 26 മിനിറ്റ് എടുത്തു എന്റെ ഒരു അനുഭവം. ആ വ്യക്തി എന്നോട് അത് ചോദിച്ച് ആ വ്യക്തിയുടെ സഹായം എത്ര നന്ദി പറഞ്ഞാൽ അത് ഞാൻ കരുതിയാണ് അയാൾക്ക് 26 മിനിറ്റ് വോയിസ് ഇട്ടത്. പണ്ട് അങ്ങനെ കരുതിയിരുന്നു. എത്ര തെറ്റായിരുന്നു എന്ന് ആലോചിക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് 94-ാമത്തെ പേജില്. ഇന്ന് വളരെ കൃത്യമായിട്ട് തന്നെ എന്റെ രോഗവിമോചനത്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഓരോ പ്രവർത്തനവും എന്ന് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ആ മനുഷ്യർ എന്നോട് സഹായം ചോദിക്കുന്ന ഓരോ മനുഷ്യരും അവരാണ് ദൈവതുല്യർ. അവര് ഉള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് എന്റെ സുബോധത്തിനുള്ള മറ്റുള്ളവരുടെ സഹായമാണ്. ഒരാളും ഞാൻ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയല്ല, ആ മറ്റുള്ളവരുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് സുബോധവാനായിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നതിൽ ഞാൻ നന്ദിയുള്ളവനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ സന്ദേശം കൊടുക്കുമ്പോൾ എന്റെ രോഗവിമോചനത്തിന്റെ പങ്ക് ഊന്നി പറയുന്നത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം മറ്റ് മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ ഒരു തരത്തിലും സമ്മർദ്ദം അവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ബോധപൂർവം ശാന്തവുമായിട്ടായിരിക്കണം നമ്മളവിടെ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ് പ്രശ്നം ഉണ്ടാവുക? നമ്മൾ അവരുടെ ഈ കാര്യങ്ങളിൽ ഭയങ്കര പ്രഷർ കൊടുത്തുകൊണ്ട് ഈ സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അയാൾക്ക് നമ്മളെ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ കാണാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ വളരെ നല്ലൊരു ഗുണമായിട്ട് എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിർബന്ധപൂർവം കൊടുക്കുന്ന സന്ദേശങ്ങളുടെ കുഴപ്പവും
അതല്ലാതെ കൊടുക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ സന്ദേശത്തിന് അതിൻ്റെതായ ബലം ഉണ്ട് എന്നുള്ളതൊരു സംശയമില്ല. ഇനി നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രഷറും കൊടുക്കാതെ മാനസിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടിട്ട്, അങ്ങനെ ആയിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. സംസാരം ബോധപൂർവവും ശാന്തവും പൂർണ്ണമായും മാനസിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ചിന്തിക്കാനുള്ള പ്രാപ്തിയുണ്ട്, അവർക്ക് ഉണ്ടാവും. അവർ നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ അവർ പോകും എയുമായി ബന്ധപ്പെട്ട്, അവർക്ക് കൂടി ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ വളരെയധികം സമ്മർദ്ദമാക്കുന്ന രീതിയിൽ എപ്പോഴും അവർക്ക് ഇങ്ങനെ നമ്മൾ ഈവൻ അവർക്ക് അയക്കുന്ന മെസ്സേജുകൾ പോലും അല്ലെങ്കിൽ അവരോടുള്ള കോളുകൾ പോലും പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം നമ്മൾ ഒട്ടും സമ്മർദ്ദമില്ലാതെ ആയിരിക്കണം. ഇത് ഒരു നമ്മളെ കൊണ്ട് ശല്യം, ഈ ചങ്ങാതി ഇതാ വിളിക്കുന്നു എന്ന രീതിയിൽ അവർക്ക് തോന്നരുത്. പല ആൾക്കാർക്കും അത്തരം ഒരു നിലപാടാണ് എ പൊതുവിൽ നന്നായിട്ട്. പല ആൾക്കാരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ ഈ ഭാഗത്തൊക്കെ. ഇതൊരു നിർദ്ദേശമായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഈ ഒരു നിർദ്ദേശത്തെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഉപദ്രവിക്കില്ല. അവർ വേണ്ട സമയത്ത് വരും. ഒരു സമ്മർദ്ദവും ഇല്ലാണ്ട് വരുമ്പോഴേ ഇത് പ്രവർത്തിക്കുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഇനി എയുടെ പ്രോഗ്രാമിലൊക്കെ വരും. അതേപോലെ മദ്യാസക്തന എന്നുള്ള കാര്യത്തിൽ ചില ഉറപ്പുകളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ, അവര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഴുവൻ പരിപാടിയും പിന്തുടരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ പടികളുടെ കാര്യത്തിലൊക്കെ വളരെ അധികം മീറ്റിങ്ങിൽ കേട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞ പരിപാടിയുടെ ഒന്നും കാര്യമില്ലല്ലോ, ഞങ്ങൾ കുടിക്കാതിരുന്നാൽ മാത്രം പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീർപ്പും, അതേപോലെ ഈ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ കുറെ വർഷങ്ങളായിട്ട് സന്ദേശം കൊടുക്കുന്ന ആൾക്കാർ പോലും തെറ്റായ രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഈ 12 പടികൾ അല്ലെങ്കിൽ 5ാമത്തെ പടിയെ കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ തിരിച്ചിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഞാൻ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ അവരുടെ ഷെയറിങ് നടത്തുമ്പോൾ ആ ഷെയറിങ്ങിന് മറു ഷെയറിങ് ചെയ്യുക, ഇത്തരം പരിപാടികളിലൂടെ നടത്തിയിരുന്ന ഞാനിന്ന് വളരെ കൃത്യമായിട്ടുള്ള മാറ്റത്തിന് വിധേയമാക്കി. അതിനു പകരം ആ വീക്ഷണങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ മുഴുവൻ പരിപാടിയും പിന്തുടരേണ്ടതില്ല, അവർക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാം, ഇങ്ങനെയാണ് ഞാൻ പിന്തുടർന്നതെന്ന് പറയാനുള്ള കാര്യം. പിന്നെ ആ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായപ്പോഴാണ് തീർച്ചയായിട്ടും ഈ സൗഹൃദവും ഈ കൂട്ടായ്മയും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിലേക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് പറ്റിയത് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഉണ്ടാകുന്ന കുടി അവിടെ കുറ്റപ്പെടുത്താതെ വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് വരാൻ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടില്ല എന്ന നമ്മുടെ ബിഗ് ബുക്കിന്റെ ഉറപ്പിനെ ഓർമ്മപ്പെടുത്തുക. അയാള് കുടിക്കാതിരുന്നാൽ അയാളുടെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുടിച്ചാലും അയാളുടെ കാര്യത്തിൽ എനിക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഒരാളും കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. അതാണ് കുടിക്കണ കാര്യത്തിലും കുടിക്ക കാര്യത്തിൽ അവരുടെ വിധിയാണ് നമ്മൾ പഴിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ശരിയല്ല പറയുക, രണ്ടുമില്ല. കുടിക്കാതിരുന്നാലും കുടിച്ചാലും അവരവരുടെ പ്രവൃത്തിയാണ്. ഞാനല്ല ഡയറക്ടർ എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പൊ സന്ദേശം കൊടുക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ കുറെ മുന്നൊക്കെ പറഞ്ഞ എൻ്റെ കയ്യിലല്ല സുബോധം, ആ ബോധ്യത്തിലായിരിക്കണം ഈ സന്ദേശം കൊടുക്കുന്നത് ഏറ്റവും പ്രധാനം. 3ാമത്തെ പടിയിൽ കൃത്യമായി നിന്നുകൊണ്ടായിരിക്കണം ഞാൻ ഈ സന്ദേശം കൊടുക്കുന്നത്. ഞാനല്ല ഡയറക്ടർ, സുബോധം എൻ്റെ കയ്യിലല്ല എന്ന് പറയുന്നിടത്ത് മറ്റേ നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയായി എന്നുള്ള സന്ദേശം. അതേപോലെ 97ാമത്തെ പേജിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ രോഗവിമോചനത്തിന് എന്തിനാണ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ രോഗവിമോചനത്തിന് ആണിക്കല്ലാണ്. അത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന ദയാപൂർവമായ പ്രവൃത്തിയല്ല, ദീനദയാലുവിനെ പോലെ നിത്യേന പ്രവർത്തിക്കുക. അതാണ് എനിക്ക് ആ വീണ്ടും ഉണ്ടാകുന്ന കുടിയിൽ അവരോട് പ്രവർത്തിക്കാനുള്ള എൻ്റെ പ്രവൃത്തി, അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ആ കാര്യവും എന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ. പിന്നെ വേറെ പല കാര്യങ്ങളും മറ്റു വിഷയങ്ങളിലേക്ക് അവർ ചോദിക്കുമ്പോൾ അത് ഞാൻ മാറണം, സാമ്പത്തികമായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. 98ാമത്തെ പേജ് സ്പോൺസർഷിപ്പിന്റെ ആധാരമായ 98ാമത്തെ പേജിന്റെ അവസാന ഭാഗമുണ്ട്. ആരുടെയും പ്രത്യേക സഹായമില്ലാതെ തന്നെ ഒരാൾക്ക് സുഖം പ്രാപിക്കാനാകുമെന്ന ആശയം. ഇതാണ് അടിസ്ഥാനപരമായിട്ട് സന്ദേശം കൊടുക്കുന്നതിന്റെ ആശയത്തിൽ. ഓരോരുത്തരുടെയും ബോധമനസ്സിൽ ആരുടെയും പ്രത്യേക സഹായം ഇല്ല. ആ തുടക്കത്തിലുള്ള സഹായം ഉണ്ടായി പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. സ്പോൺസർഷിപ്പൊക്കെ അതിന് നിൽക്കുന്നതാണ്, അതുകൊണ്ട് എന്നൊരു സ്പോൺസറോ അല്ലെങ്കിൽ ഒരു അടിമയോ ആയിട്ട് പോകുന്നൊന്നുമല്ല. ഇതിന് വേണ്ട ഉപാധി ആ വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തിലുള്ള വിശ്വാസം, മനസ്സ് ശുദ്ധീകരിക്കാനുള്ള സന്നദ്ധത, അതേപോലെ വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരാർജവം. ഇതാണ്
നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്നുള്ള ഭാഗം. ഇനി സുബോധം ആശ്രയിച്ചിരിക്കുന്നത് ആളുകളെ ആശ്രയിച്ചിട്ടല്ല എന്ന ബോധ്യം. വേറെ ആളുകൾ ഇല്ലെങ്കിൽ നമ്മൾ കൂടി നിർത്തുന്നില്ല എന്നുള്ള സന്ദേശം, അതിനെക്കുറിച്ച് പറയുക. നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെയും കൊടുക്കേണ്ട സന്ദേശം അതാണ്. വേറെ ആരെയും ആശ്രയിച്ചിട്ടല്ല സുബോധം നിൽക്കുന്നത് എന്നുള്ള ആശയം സന്ദേശം കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് എന്ന ആ ഒരു ഭാഗം. ഇനി കുടിയോട് വെറുപ്പോ അസഹിഷ്ണുതയോ കാണിക്കാതിരിക്കുക എന്നൊരു നിർദ്ദേശം കൂടിയാണ് ഞാൻ അവസാനമായിട്ട് എഴുതിയത്. ഒരു തരത്തിലും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ, കാരണം അത് ആരും ഇഷ്ടപ്പെടുന്നതല്ല, നമ്മൾ എന്തോ ആയി എന്ന ഭാവത്തിലാവരുത്. മറ്റുള്ള ഒരാളേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന ഭാവം. നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ ആരെയും അമിതമായിട്ട് ആശ്രയിക്കുന്നില്ല, അതേപോലെ തന്നെ ആരെയും അടിമയാക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലായിരിക്കണം ഈ സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ള വളരെ കൃത്യമായ കുറെ നിർദ്ദേശങ്ങളാണ് ഈ സന്ദേശം കൊടുക്കുന്ന ഭാഗത്തിൽ എനിക്ക് എന്നെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തായാലും എന്നെ കേട്ടിരുന്നതിന് കുറച്ചധികം ഞാനത് നീണ്ടുപോയി. എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശം നടത്തുന്നു. താങ്ക് യു.